ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ സെഷന്റെ ഒക്കെ കണ്ടിന്യൂഷൻ ആണ് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് സാധാരണ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് എന്നുള്ളതാണ്. മാതൃക ദമ്പതികൾ. എന്താണ് മാതൃകാ ദമ്പതികൾ? അതിന്റെ ക്ലൈമാക്സ് ഒട്ടും കളയാതെ നമ്മുടെ ട്രെയിനറായ വിജയരാമൻ സാറിലേക്ക് ഞാൻ പോവുകയാണ്. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ വിജയരാമൻ സാർ ഞാൻ പേരിലേക്ക് ക്ഷണിക്കുന്നു. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബിത് സാർ. അപ്പൊ ഈ വിഷയം വളരെയധികം ടച്ചിങ് ആണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദമ്പതികൾ ആകാത്തവര് അല്ലെങ്കിൽ ആകാൻ എല്ലാ ഞാൻ ദമ്പതികളാണ് എന്നെ കേൾക്കുന്നത്, കപ്പിൾ. അതുപോലെ തന്നെ ദമ്പതികളാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ജിജ്ഞാസയുള്ളവരുണ്ടായിരിക്കും. അപ്പൊ മാതൃകാ ദമ്പതികൾ എന്നൊന്നുണ്ടോ? എങ്ങനെ ആയിരിക്കണം ദമ്പതികൾ എന്നതിന് ഒരു എന്തെങ്കിലും നല്ലതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടോ? ഈ ചോദ്യത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത്. പരിപൂർണമായിട്ട് ഡിസ്കഷനിലൂടെ നമുക്ക് പോകണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അത് ആദ്യം കേൾക്കാം. പറയൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. കാലത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഏടായിട്ട് വേണം ഇതിനെ ചിന്തിക്കാൻ. മാതൃകാ ദമ്പതികൾ എന്നും പറഞ്ഞൊരു ദമ്പതികളില്ല. ഇല്ലേ? കാരണം ഓരോ പരിസ്ഥിതിക്കനുസരിച്ച് ഓരോരുത്തരുടെ വ്യത്യസ്തമാണ്. അത് ബാക്കിയുള്ളവർക്ക് അത് കോപ്പി ചെയ്ത് ഇങ്ങനെ ജീവിക്കാം എന്ന് പറയത്തക്ക ഒരു കറക്റ്റ് മോഡലും ഇല്ല. എങ്കിലും ഒരു പറയപ്പെടാത്ത മത്സരമില്ലേ തമ്മിൽ? അതായത് ഞാൻ മികച്ചതാണ്, ഞങ്ങൾ മികച്ചവരാണ് എന്ന്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ സന്തോഷമായി ജീവിക്കുന്ന ദമ്പതികൾ എന്ന് പറയുന്നവരെ മാതൃകാ ദമ്പതികൾ എന്ന് പറയും. കൂടുതൽ അഭിനയിക്കുന്നവരാണ് സാർ. അഭിനയം എന്ന് പറയാനൊക്കത്തില്ല, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ. അതായത് എക്സിബിറ്റീവ്, മറ്റുള്ള ആൾ മൂന്നാമത് അവരുടെ പ്രൈവറ്റ് ലൈഫും നമുക്ക് അറിഞ്ഞുകൂടാ. നിന്ന് കാണുമ്പോൾ വളരെ സന്തോഷമായിട്ട് കൊള്ളാം, ഇതുപോലെ വേണം എന്ന് പറയുന്ന ഒരു കാര്യം. സാറ് പറഞ്ഞതാണ് കറക്റ്റ്. നല്ലതുപോലെ അഭിനയിക്കും, ബാക്കിയുള്ളവരുടെ മുമ്പിൽ നല്ലതുപോലെ അഭിനയിക്കാൻ അറിയാവുന്നവരാണ് മാതൃകാ ദമ്പതി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ജാതകവശാൽ 10ൽ 10 പൊരുത്തമുള്ളവർ. ഓ, ജാതകം ശാസ്ത്രീയമായ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞതെന്നുള്ള ബോധ്യമുണ്ടല്ലോ അല്ലേ? ശരി. അപ്പൊ ഇനി ഞാനൊരു കഥ പറയട്ടെ. ഒരു കഥയോട് കൂടി ആയിക്കോട്ടെ. നമ്മള് പരസ്പരം നമ്മള് കാര്യങ്ങൾ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട്, അതായത് ഒന്നും മറച്ചു വെക്കാതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നവര് ഒരു മാതൃകാ ദമ്പതികളാണ്. അതായത് തുറന്ന് സംസാരിച്ചുകൊണ്ട് തുറന്ന് ഇടപെട്ടിട്ടും പെരുമാറിയിട്ടും ജീവിക്കുന്നവര് മാതൃകാ ദമ്പതികൾ. ഞാനൊരു കഥ പറയാം. അതായത് ഒരു 15 കൊല്ലായി സന്തോഷ് സുധേനെ വിവാഹം കഴിച്ചിട്ട്. സാറേ, ഒരു കാര്യം കൂടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട്, പറയും തന്റെ പാർട്ട്ണറുടെ കുറ്റങ്ങൾ പബ്ലിക്കായി മറ്റൊരാൾ കേൾക്കുന്ന രീതിയിൽ പറയാതിരിക്കുന്നതാണ് മാതൃകാ എന്ന് പറയുന്നത്. അപ്പൊ സന്തോഷ്, പറഞ്ഞോളൂ. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പൊ ഇപ്പൊ നമ്മള് ഈ സത്യം പറയുമ്പോ അപ്രിയ സത്യം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തന്നെ ദമ്പതികൾക്കിടയില് ഒരു വേദന ഉണ്ടാക്കുന്ന സത്യം അവർക്കിടയിൽ ഒരു അതൃപ്തിയായിട്ട് നിന്നു കഴിഞ്ഞാല് അത് ആ പാർട്ട്ണറിനോട് പറയുമ്പോ ആ പാർട്ട്ണർക്ക് വേദന ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ്, ഫിസിക്കലി ഉള്ളതോ അല്ലെങ്കിൽ സെക്ഷലി ഉള്ളതോ ഏതെങ്കിലും ഒരു കുറവ് അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേദനിപ്പിക്കും എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ഇത് മാനേജ് ചെയ്യുക? അതുകൊണ്ടിട്ട് കൺവിൻസ് ആവുമോ? അത് പിന്നീട് നല്ല സുഖമുള്ള ഒരു ലൈഫിനെ ബാധിക്കുമോ? സാർ, ഒരു കാര്യം ചെയ്യാൻ, ഇതൊരു ചോദ്യമുണ്ട് സാർ. അത് നമുക്ക് ചോദ്യത്തിന്റെ സെക്ഷൻ ഉണ്ട്. ഒരു മണിക്കൂർ നമുക്കുള്ളത്. 8 മണി വരെ ക്ലാസ് എടുത്തിട്ട്, അപ്പൊ 8 മണിക്ക് ശേഷം 9 മണി വരെ നമ്മൾ ചോദ്യത്തിനുണ്ട്. ആ ചോദ്യത്തിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ സാറിന്റെ ചോദ്യത്തിന് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഓക്കെ. അപ്പൊ ഞാനൊരു
ഒരു കഥ പറയാണ്. നിങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മളെല്ലാം ചുറ്റും കാണുന്ന ഒരു കഥ. 15 കൊല്ലമായിട്ട് ഇവര് വിവാഹം കഴിച്ചിട്ട്. സന്തോഷ് എന്നാണ് പേര്, സുധ എന്നാണ് ഭാര്യയുടെ പേര്. സുധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു HR മാനേജറാണ് കമ്പനിയിലെ. സന്തോഷ് ഒരു ബാങ്ക് മാനേജറാണ്. വളരെ നന്നായിട്ട് പരസ്പരം വളരെ നന്നായി ഒന്നിച്ചു പോകുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ഒരാള് ഡിവോട്ടഡ് ആണ് മറ്റാൾക്ക് വേണ്ടിയിട്ട്, അതായത് പരസ്പരം അർപ്പിക്കപ്പെട്ട ജീവിതമാണ്. അയാളില്ലാതെ മറ്റാളില്ല, അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. അതുപോലെ വളരെ ഇന്റൻസ്ഡ് വാത്സല്യമുള്ള, അല്ല അതുപോലെ തന്നെ വിശ്വാസ്യതയുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ള. അത്തരത്തിലുള്ള സ്നേഹ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇങ്ങനെയുള്ള ബന്ധം, ഇഴയടുപ്പമുള്ള ബന്ധം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ, അങ്ങനെ ബന്ധങ്ങളില്ലേ? എന്താ അഭിപ്രായം നിങ്ങളുടെ? ഈ പരിപൂർണമായ ഇഴയടുപ്പ്, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നു, രണ്ടുപേരും ഒന്നാണ്, രണ്ടല്ല എന്നൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളില്ലേ ഭാര്യയും ഭർത്താവും തമ്മില്? ഉണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. ഉണ്ടെങ്കിൽ ആ ബന്ധത്തിന് എന്ത് പേര് വരും? എന്താണ് ആ ബന്ധത്തിന്റെ അത് എന്തുകൊണ്ട്, എന്താണ് അതിലുള്ളത്? എന്താണ് അതിന് പറയുക? ഇന്റിമസി എന്നാണ് അതിന് പറയുക, അല്ലെ? ഇന്റിമസി എന്നാണ് ആ വാക്കിന് അതിനെ പറയുക, അല്ലെ? അപ്പൊ ഇന്റിമസി എന്ന് പറയുന്നത് നല്ല ഊഷ്മളമായത്, അതുപോലെ നല്ല അടുപ്പമുള്ളത്. അടുപ്പത്തിന്റെ ചിന്ത അവർക്കുള്ളൂ, അകലാൻ അവർ ആഗ്രഹിക്കുന്നേ ഇല്ല, കൂടുതൽ കൂടുതൽ അടുക്കാനേ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന ഒരു ബോണ്ടിങ് അല്ലെ? അതാണ് സ്ത്രീ പുരുഷനുള്ള വേണ്ട യഥാർത്ഥ ബന്ധം, അല്ലെ? അത് വളരെ തീക്ഷ്ണം, അത് വൈകാരികമായിട്ടും വളരെ അഭിനിവേശം, അതായത് ഇന്റൻസ് ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിൽ ഒരു ഘട്ടത്തിലുണ്ടാവും. വിവാഹത്തിന്റെ മുൻപേ സ്നേഹിക്കുന്ന ദമ്പതികൾ, ഈ സ്നേഹിച്ച് പരിചയമുള്ളവർക്ക് അറിയാതെ അങ്ങനെ ഒരു ബന്ധം, അതായത് കാമുകന്മാരാകുമ്പോ ഇങ്ങനൊരു ബന്ധമായിരിക്കും. അത് ഒരുപാട് കാലം നിലനിൽക്കില്ല. കുറച്ചു കഴിഞ്ഞാല് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഇന്റിമസിയിലേക്ക് മാറും. ഈ പാഷനേറ്റ് ആയിട്ടുള്ള ബന്ധം, പാഷനേറ്റും ഇന്റൻസും ആയിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ഒരു ബന്ധം ആദ്യം ഉണ്ടാവും സ്ത്രീ പുരുഷനും തമ്മിൽ. അത് കഴിഞ്ഞിട്ട് അത് ഇന്റിമസിയിലേക്ക് മാറും. അങ്ങനെ ഇന്റിമസിയിലേക്ക് മാറുമ്പോ ആ ഇഴയടുപ്പുള്ള ബന്ധം, അതിന് ചില വെല്ലുവിളികളുണ്ട്. അതെന്തൊക്കെയാണ് ആ വെല്ലുവിളികൾ? നമുക്ക് ആർക്കെങ്കിലും പറയാവോ? ഈ ഇഴയടുപ്പുള്ള ബന്ധമല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് നമുക്കൊന്നും ഇതില്ല എന്ന ചോദ്യം ചിന്തിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇല്ലാതെ വന്നത്? എല്ലാവരും ആഗ്രഹിക്കുന്ന ബന്ധം, ഭാര്യയും ആഗ്രഹിക്കുന്നുണ്ട്, ഭർത്താവും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും ഇത് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? രണ്ടുപേരുടെയും പ്രസൻസ് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഓക്കെ, ഇല്ലാത്തപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു ഭാഗമാണ് ഇന്റിമസി എന്ന് പറയുന്നത്. അതാണ് ഇന്റിമസി എന്ന് പറയുന്നത്. അതെ, പക്ഷേ അതിന് തടസ്സം വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ പ്രസൻസിൽ വീണ്ടും വിഷയങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത് തടസ്സം വരുന്ന വിഷയങ്ങൾ. അതാ ഞാൻ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് അതിന് തടസ്സം വരുന്ന വിഷയങ്ങൾ എന്നതാണ് ചോദ്യം. ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, അതായത് അവരവരുടെ താല്പര്യങ്ങൾ മറ്റൊരാൾ അംഗീകരിക്കാതെ വരുമ്പോൾ, ശാസ്ത്രീയമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയണം. അംഗീകരിക്കാതെ വരുമ്പോൾ, ഒരാളുടെ താല്പര്യം മറ്റൊരാൾ അംഗീകരിക്കാതെ വരുമ്പോൾ, ഓക്കെ, പിന്നെ പിന്നെ ഓക്കെ, നമുക്ക് ശാസ്ത്രീയതയിലേക്ക് കിടക്കാം. ഇപ്പൊ ഇങ്ങനെയുള്ള ജീവിതം നയിച്ചു വരുന്ന സന്തോഷവും ശ്രുതിക്കും അവരൊരു ചില കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത് എന്നിട്ടുള്ള ഒരു ലീസ്റ്റായിട്ട് ജീവിക്കരുത് എന്നവര് പഠിച്ച അനുഭവത്തിൽ പഠിച്ചതാണ്. മോഡലായിട്ടുള്ള ഞാൻ കാണുന്ന ഒരു ദമ്പതിമാര്. രണ്ടാമത് പറഞ്ഞത് എന്താ അവർ പഠിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള വിശ്വാസങ്ങൾ വേണം, കോമൺ ബിലീഫ്സ് വേണം എന്നവർ അനുഭവത്തിൽ പഠിച്ചു.
അതായത് കാരണം എന്താ വെച്ചാൽ ലൈംഗിക ഘടനയിൽ പുരുഷനും സ്ത്രീയും വ്യത്യാസമാണ്. അവരുടെ വൈകാരികമായതും അവസ്ഥയും കോംപ്ലക്സ് ആണ്. അതായത് സ്പിരിച്വൽ ആയതും ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങളും പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തമാണ്. ഇങ്ങനെ രണ്ട് വ്യത്യസ്തതകളാണ് ഒന്നിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഒന്നിപ്പിക്കാൻ ഒരു വിശ്വാസത്തിന്റെ കണ്ണി വേണം എന്നാണ്. അതായത് എന്തെങ്കിലും ഒരു പെരുമാറ്റത്തെ കുറിച്ച് അതിൽ നിന്ന് ഈ വിവാഹത്തിൽ തന്നെ അവര് മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം വിവാഹത്തിന് മുൻപേയും അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷവും ഉണ്ടായത് എന്തെങ്കിലും ഒരു പെരുമാറ്റം വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ തയ്യാറാവണം, ഭാര്യയായാലും ഭർത്താവായാലും. മൂന്നാമത് അവർ കണ്ടെത്തിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റിമസി ബന്ധങ്ങൾക്ക് അതിന് സഹായിക്കുന്ന കുറച്ച് തത്വങ്ങളുണ്ട്. 4 തത്വങ്ങളുണ്ട് നമ്മൾ കണ്ടെത്തി. 1, എന്ത് കാര്യത്തിനും പരസ്പരം ആജ്ഞാപിക്കുന്ന രീതി ഇന്റിമസിക്ക് അത്. 2, എല്ലാ വഴികളും പാപത്തിലേക്കാണ് നയിക്കുക എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാവരുത്. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് പാപമാണ്, ഇത് പുണ്യമാണ്, ആ രീതിയിൽ നിന്ന് സ്വല്പം മാറണം. ചിലതൊക്കെ അനുവദനീയ, ചില തെറ്റുകളും അതൊക്കെ അനുവദനീയമാണ് ജീവിതത്തിൽ. പിന്നെ ഒരു നിയമത്തിന്റെ സ്പിരിറ്റ് വേണം. ശരി, നിയമങ്ങൾ വേണം ജീവിതത്തിൽ, അതല്ല വെറുതെ ലൂസാക്കി വിട്ടരുത്. പിന്നെ ലൈൻ അപ്പോൺ ലൈൻ ജീവിതത്തിൽ കാര്യങ്ങൾ പഠിച്ചു വേണം മുന്നോട്ട് പോകാൻ. അതായത് ആ പഠിച്ച കാര്യങ്ങൾ, അതുപോലെ ചില നിയമങ്ങൾ തുടർച്ചയായി മാറ്റങ്ങളില്ലാതെ ജീവിതത്തിൽ ആവർത്തിക്കണം. അതിന് ഇത് കോംപ്രമൈസ് കൊടുക്കരുത്. പിന്നെ കൂടുതൽ സംസാരിക്കൂ, ചർച്ച ചെയ്യൂ. സ്നേഹം ചർച്ച ചെയ്യേണ്ടത് എന്താണ്? സീരിയലിലെ കാര്യങ്ങളല്ല. ചെയ്യേണ്ടത് എന്താണ്? സ്നേഹത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. പരസ്പരമുള്ള സ്നേഹത്തെ കുറിച്ച്, പരസ്പരമുള്ള ഫീലിങ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പരസ്പരം ഊഷ്മളത, അതുപോലെ തന്നെ പരസ്പരം ദയ, പരസ്പര സ്നേഹം, ഇത് എപ്പോഴും പ്രകടിപ്പിക്കണം, മനസ്സിൽ വെച്ചാൽ പോരാ. പിന്നെ അല്പം പ്ലസന്റ് ആയിട്ട് ജീവിക്കുക, പ്രസന്നവദനരാകുക. പിന്നെ ഒന്ന് പുഞ്ചിരിക്കല്ല, എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുക. ഒരു പുഞ്ചിരി ഒരുപാട് പ്രശ്നങ്ങളെ ഒന്നിച്ചു പരിഹരിക്കും. പുഞ്ചിരിക്കാൻ തയ്യാറാവുക എല്ലാ സമയത്തും. പിന്നെ പങ്കാളിയുടെ ഫ്രണ്ട് ആവുക, ചങ്ങാതിയാകുക. അതാണ്, ആ പങ്കാളിയെ ചങ്ങാതിയായി ഗൈഡ് ചെയ്യണം. ആജ്ഞാപിക്കുന്ന വ്യക്തിയായിട്ടല്ല ഗൈഡ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ചെക്ക് ചെയ്യണം, പങ്കാളിയെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. എന്താണ് അദ്ദേഹത്തിന് എങ്ങനെ, അതാണ് സ്നേഹം, യഥാർത്ഥ സ്നേഹം. പിന്നെ 6ാമത്തെ ഒരു കാര്യം, രണ്ടു കൂട്ടരും ഒരേ ലക്ഷ്യത്തിലേക്ക് പോകണം. സെയിം ഗോൾ. ഒരാൾക്ക് ഒരു ലക്ഷ്യം, മറ്റൊരാൾക്ക് വേറെ ലക്ഷ്യം എന്നുണ്ടാകരുത്. രണ്ടുപേരുടെയും ലക്ഷ്യം കൂടുതലുണ്ടെങ്കിൽ അത് എല്ലാം വ്യത്യസ്തമാണെങ്കിൽ അത് രണ്ടുപേരും ഒരുമിച്ച് ഒരേ ലക്ഷ്യമാക്കി എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചെയ്താലാണ് സന്തോഷത്തിനുള്ള വിവാഹത്തിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുള്ളൂ. അഡ്ജസ്റ്റ്മെന്റുകൾ വഴിയാണ് സന്തോഷം ഉണ്ടാകുന്നത്. പരസ്പരം കേൾക്കാനുള്ള വൈരുദ്ധ്യം ഉണ്ടാവണം. അതാ നാം എപ്പോ സംസാരിച്ചു തുടങ്ങിയാലും എന്താ ഉണ്ടാവുക? ഒരേ അവസരത്തിലെടുക്കുക. ഭാര്യയും ഭർത്താവും സംസാരിച്ചു തുടങ്ങിയ ഒരേ അവസാനത്തിലെടുക്കുക. ഒരേ പാറ്റേണുകളിലായിരിക്കും സംസാരം എല്ലാ കുടുംബങ്ങളിലും. അപ്പൊ സംസാരിക്കാനല്ല, കേൾക്കാനാണ് സമയം ചെലവഴിക്കേണ്ടത്. 7ാമത്തത്, വ്യക്തിയായിട്ട് മുഴുവൻ സ്വീകരിക്കണം. നെഗറ്റീവ്സും സ്വീകരിക്കണം, പോസിറ്റീവ്സും സ്വീകരിക്കണം. പിന്നെ അപ്പോഴാണ് ആ വ്യക്തിയുടെ യുണീക്ക് ആയിട്ടുള്ള, ആ വ്യക്തിക്കുള്ള യഥാർത്ഥമായ ഗുണങ്ങളെല്ലാം പ്രകടിപ്പിക്കപ്പെട്ടു. ഗുണങ്ങളല്ലേ നമുക്ക് വേണ്ടത്? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കല്ലേ വേണ്ടത്? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കല്ലേ വേണ്ടത്? അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ തനതായ രീതിയിലാണ് വ്യക്തി സ്നേഹിക്കുക. അതിന്റെ ആ യുണീക്നെസ് ഗുണം പ്രകടിപ്പിക്കപ്പെടണം. അതാണ് ഈ പൊതുവെ ഒരു പറച്ചിലുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏത് മരം പോലുള്ള മനുഷ്യനും നല്ല വികാരമുള്ള വൈകാര്യമുള്ള മനുഷ്യനായി മാറും. ഇൻസെൻസിറ്റീവ് ആയുള്ള ആൾക്കാർ സെൻസിറ്റീവായി മാറുന്നത്. ഇത് ശുദ്ധ അബദ്ധമാണ്.
അങ്ങനെ മാറാൻ വേണ്ടിയിട്ടല്ല വിവാഹം കഴിക്കേണ്ടത്. തനതായ വ്യക്തികൾ തനതായി തന്നെ തുടരുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അങ്ങനെ പാടുള്ളൂ. അല്ല പരസ്പരം മാറ്റാനോ ഒന്നും ആയിരിക്കരുത്. ഇതൊക്കെ ഇന്റിമസി തകർക്കുന്നതാണ്. പിന്നെ പരസ്പരം ഏതൊക്കെ അവസരം കിട്ടും അപ്പോഴൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഐ ലൈക്ക് യു, ഐ ലവ് യു. ഈ വാചകങ്ങൾ ഒരു മന്ത്രങ്ങളാണ്. എത്രത്തോളം ആവർത്തിക്കുന്നു, മന്ത്രങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, എത്രത്തോളം ആവർത്തിക്കുന്നു അത്രത്തോളം അതിന്റെ ഗുണമുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം പറയാൻ കഴിയുമോ അത്രയും പറയുക. ഇത് അത്ഭുതം ഉണ്ടാക്കും ദാമ്പത്യ ജീവിതത്തിൽ. പിന്നെ പരസ്പരമുള്ള ഇടപെടൽ എന്തൊക്കെ ഉണ്ടായാലും ചില നെഗറ്റീവുകൾ ഉണ്ടാവും. ഉറപ്പാ. മനുഷ്യരത് ഞാൻ പറഞ്ഞില്ലേ, വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്നാവുന്നത്. അപ്പോ എന്തായാലും പെരുമാറുമ്പോ നെഗറ്റീവ്സ് ഉണ്ടാവും. അതെന്താണ് ഈ നെഗറ്റീവ്സ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അച്ഛനമ്മമാര് നമ്മളോട് പറഞ്ഞിട്ട് അത് ചെയ്യരുത് അല്ലെ, അത് എങ്ങനെ വേണം ഇങ്ങനെ വേണം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ തത്ത പറഞ്ഞ പോലെ നമ്മൾ പെരുമാറ്റത്തിൽ കൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഓട്ടോമാറ്റിക് പ്രതിഭാസമാണ്. ഇതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല, തളർക്കാനും കഴിയില്ല. അപ്പൊ അതില് ഫീല് ചെയ്യരുത്, അതിനെ ചുമ്മാ അങ്ങ് വിട്ടേക്കണം. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്റിമസി നിലനിർത്താൻ കഴിയുന്നതാണ്. ഇനി ഞാൻ യഥാർത്ഥ ക്ലാസ്സിലേക്ക് പോകുകയാണ്. ഞാൻ ഷെയർ ചെയ്യാം, എന്റെ ഇത് ഷെയർ ചെയ്യാം. അപ്പൊ ഇതാണ് കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ടോ? എന്റെ സ്ലൈഡ് കാണുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇതാണ് മാതൃക ദമ്പതികൾ. ഒരു വലതുവശത്ത് ചിത്രം കാണിച്ചിട്ടുണ്ട്. സ്നേഹം നമ്മൾ കണ്ടാൽ തിരിച്ചറിയും ദമ്പതികളെ. എത്ര അഭിനയിച്ചാലും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ചില നമുക്ക് മാതൃകാ ദമ്പതികളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അതിൻ്റെതാണ് കാണിച്ചത്. നെക്സ്റ്റ് ഈ ടോപ്പിക്കിൽ നമ്മൾ ബന്ധങ്ങളുടെ വ്യത്യസ്ത സ്റ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നെ മാതൃകാ ദമ്പതികളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നെ ആരാണ് മാതൃകാ ദമ്പതികൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ശ്രദ്ധിച്ചായിരുന്നു. നമ്മൾ പറഞ്ഞത് നമ്മൾ ബന്ധങ്ങൾ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുകയാണ്. അതല്ലേ ദാമ്പത്യം. ഇത് പുരുഷനായാലും സ്ത്രീയായാലും ഒരു മനുഷ്യരാണ്. ഏത് തരത്തിലുള്ള ബന്ധങ്ങളും ഈ രീതിയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അത് സുഹൃത്ത് ബന്ധമായാലും ദാമ്പത്യ ബന്ധമായാലും എന്തായാലും അത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഒന്നിക്കുന്നതും പിന്നെ മറ്റൊന്ന് പിരിയലും. ഈ ഒന്നിക്കലും പിരിയലും ആണ് ബന്ധങ്ങളുടെ യാഥാർത്ഥ്യം. ഒന്നിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ്. പിരിയുന്നതും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ്. ഇത് ആദ്യത്തെ സ്റ്റേജ് ഇനീഷ്യേറ്റിംഗ് ആണ്, മറ്റേത് എക്സ്പെരിമെന്റിംഗ് ആണ്, മറ്റേത് ഇന്റൻസിഫൈങ്, ഇന്റഗ്രേറ്റിംഗ്, ബോണ്ടിങ്. ഇതാണ് ബോണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ബോണ്ടിങ്ങിൽ എത്തുന്ന മനുഷ്യരെ അതിന്റെ വിധമാണ് ഈ പറയുന്നത്. അതായത് ആദ്യത്തെ തുടക്കം കുറിക്കില്ല, അതായത് ദീക്ഷ എന്നൊക്കെ പറയും, എക്സ്പെരിമെന്റ് പരീക്ഷണ ഘട്ടം. പിന്നൊന്ന് അത് നല്ല ഉറപ്പാക്കുന്ന ഇന്റൻസീവ് തീഷ്ണതയുടെ ഘട്ടം, പിന്നെ സമന്വയത്തിന്റെ ഘട്ടം, പിന്നെ ബോണ്ടിങ്ങിലെത്തുന്ന ഘട്ടം. ഇത് തിരിച്ച് ബന്ധം വേർപെടുന്ന ഘട്ടങ്ങളായിട്ടാണ്. വേർതിരിയുന്ന തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സർക്കസ് ഡ്രൈവിംഗ്, നിശ്ചലാവസ്ഥ ഉണ്ട്, ഒഴിവാക്കലുണ്ട്, പിന്നെ ഡിവോഴ്സിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. അതാണ് കേരളം. അപ്പൊ ഇത് ഈ ഒരു തത്വം നമുക്ക് മനസ്സിലാക്കി തന്നത് ഒരു ആശയവിനിമയ പണ്ഡിതനായിട്ടുള്ള മാർക്കൽ നാപ്പാണ്. ഇത് നേരത്തെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ഈ സ്ലൈഡിൽ. അതുകൊണ്ട് കൂടുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് കാണിച്ചിട്ടുള്ളത്. ഇനി ഈ സ്റ്റെപ്പുകളാണ് ഏത് ബന്ധത്തിന്റെ. ഈ ഇനിഷ്യേറ്റീവ് ബന്ധം എങ്ങനെ നടക്കുന്നത്? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഒരു 15 സെക്കൻഡുള്ളിൽ ഒരു മനുഷ്യൻ മറ്റൊരുഷ്യരായിട്ട് ബന്ധം ഉണ്ടാക്കണമെന്ന് ആദ്യം തീരുമാനിക്കുമെന്നാണ് പറയുന്നത് ശാസ്ത്രം. വെറും 15. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നത് വളരെ 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 യാഥാർത്ഥ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മള് ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോ അല്ലെങ്കിൽ വ്യക്തിയെ നമ്മൾ പുറമെ പോകുമ്പോൾ നല്ല ഡ്രസ്സിട്ടല്ലേ പോകുള്ളൂ. എന്റെയൊക്കെ ഉദ്ദേശിച്ചതാണ്. എല്ലാവരും കാണുമ്പോൾ അയാൾക്ക് നല്ല ഇംപ്രഷൻ നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ഇംപ്രഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോ ഈ സമയത്ത് വളരെ നന്നായിട്ട് ആദ്യമായിട്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ
നമ്മളെല്ലാവരും വളരെ നന്നായിട്ടാണ് ആശയവിനിമയം നടത്തുക. നല്ല മെസ്സേജസ് ആണ് നമ്മൾ പരസ്പരം ഇത് ചെയ്യുക. നമ്മൾ അതാണ് ഭയങ്കരമായിട്ട് നമ്മളെ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ അഭിനയിക്കും. ഇതൊരു 15 സെക്കൻഡിൽ താഴെ മാത്രമേ നിലനിൽക്കുന്നതാണ് ആ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം പരീക്ഷണ ഘട്ടമാണ്. നമ്മൾ ആ ഈ വ്യക്തിയായിട്ട് ബന്ധം ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് പരസ്പരം പഠിക്കാൻ തുടങ്ങും. കുറച്ച് നമ്മളെ കുറിച്ച് പറയും. അതുപോലെ പിന്നെ എല്ലാം നമ്മൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നു. ഈ സമയത്ത് ഈ ബന്ധത്തിന്റെ ഘട്ടത്തില് വളരെ ഹാപ്പിയാണ്. വളരെ ഒരു ക്രിറ്റിസിസം ഒന്നുമില്ല വ്യക്തിയായിട്ട്. അത് വളരെ ആകസ്മികമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. പല ബന്ധങ്ങളും മനുഷ്യനായിട്ടുള്ള പല ബന്ധങ്ങളും ഇതിനപ്പുറം പുരോഗമിക്കാറില്ല എന്ന് നമുക്കറിയാം, അല്ലെ? പിന്നെ ഇത് ഈ ഘട്ടം ഇന്റൻസിഫൈ ചെയ്യും, തീക്ഷ്ണതയിലേക്ക് കിടക്കും. അതായത് പരസ്പരം എന്നോട് ഇയാൾക്ക് പ്രത്യേക സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ ഇവൾക്ക് എന്നോട് പ്രത്യേക സ്നേഹമുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിച്ചറിയാൻ തുടങ്ങും. അപ്പൊ ആദ്യം നമ്മളൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി സംസാരിച്ചത് കൂടുതൽ സ്വയം വെളിപ്പെടുത്തിയിട്ട് വിഷയങ്ങൾ നമുക്ക് പരസ്പര താല്പര്യ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പോകും. കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഉപകാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ തോന്നും. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ഐ ലവ് യു അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സ്വന്തം പേര് എന്തെങ്കിലും നല്ല താല്പര്യമുള്ള ചില പേര് വിളിച്ചു വിളിക്കാൻ മൃദുവായുള്ള കണക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ ഇന്റൻസീവ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഇയാൾ ബന്ധം ഉണ്ടാക്കാൻ പറ്റിയ ആളാണ് അല്ലെങ്കിൽ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കും. അത് എന്താ ചെയ്യണത്? ഈ ഭാര്യ ആയാലും ഭർത്താവായാലും അല്ല, ഈ സ്റ്റേജിൽ കാമുകി എന്നൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്നും പറയാം. കാരണം ഇന്ത്യയിലെ വിവാഹം നടക്കുന്ന ഇതിനൊക്കെ പെണ്ണ് കാണുന്ന ചടങ്ങുകൾ അല്ലെ, ആ ചടങ്ങ് തന്നെ അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇനീഷ്യേറ്റ് സ്റ്റേജ് പോലൊന്നും പറയാൻ പറ്റില്ല. പെണ്ണിന് ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതി, കെട്ടിച്ചയക്കുക എന്നുള്ള ഒരു ബാധ്യത നിറവേറ്റപ്പെടുമ്പോ ഇതൊന്നും നമ്മൾ നോക്കാതെയാണ് വിവാഹം നോക്കുക. അപ്പൊ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായിട്ടൊന്നും സംഭവിക്കുന്നില്ല ഇവിടെ. അപ്പൊ വിവാഹത്തിന് ശേഷമാണ് ഈ ഘട്ടങ്ങളെല്ലാം താഴെ. പക്ഷെ ഈ ഘട്ടങ്ങളെല്ലാം എല്ലാ ബന്ധങ്ങൾക്കുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധമാണെങ്കിൽ അതിനുണ്ട്, അല്ല എന്ത് മനുഷ്യബന്ധമാണെങ്കിലും ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച കാര്യമാണ്. അപ്പൊ അതില് നമുക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ ഇതാണ് എന്താ ചെയ്യാ? ഒരു അസൗകര്യം ഉണ്ടാക്കും. ഈ അസൗകര്യം ഉണ്ടായാലും ഇയാൾ എന്നെ സ്നേഹിക്കുമോ അല്ലെങ്കിൽ ഇവൾ എന്നെ സ്നേഹിക്കുമോ എന്ന് നമ്മൾ നോക്കും. പിന്നെ കാമുകൻ എന്ന രീതിയിൽ മറ്റുള്ളവർ ഇത് എന്റെ കാമുകിയാണ്, എന്റെ കാമുകനാണ് എന്ന്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു വ്യക്തിയാണിത്, പാർട്ട്ണർഷിപ്പ് ബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസമുള്ള അതാണെന്ന് നമ്മൾ പറഞ്ഞു നോക്കും, അവതരിപ്പിച്ചു നോക്കും. അതൊക്കെ ഇയാളുടെ പ്രതികരണം തേടിയിട്ടാണ്, മറ്റാളുടെ പ്രതികരണം ഇല്ല. വേർപിരിഞ്ഞാലും വാക്കുകളിൽ ഒന്ന് മാറി നിന്ന് നോക്കും, സംസാരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് ഒന്ന് വേർപിരിക്കുന്ന രീതിയിലായി നോക്കും. എന്നാൽ ഇയാൾ എങ്ങനെ എന്ന് പരീക്ഷിക്കും. പിന്നെ ഒരു മൂന്നാം കക്ഷിയെ വെച്ചിട്ട് ഇയാളെ കൊണ്ട് ചോദ്യം ചെയ്യിക്കും. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നെ പറ്റി എന്താവാൻ പറയുന്നത്. അതുപോലെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. അതായത് ട്രയാങ്കുലേഷൻ എന്നൊരു ട്രയാങ്കിൾ ടെസ്റ്റ്. അതായത് ഈ ബന്ധത്തിൽ ഒരുപാട് ഈ ദുർബലത ഉണ്ടെങ്കിൽ ഈ വ്യക്തി വേറൊരാളുടെ ആയിട്ട് ബന്ധമുണ്ടെന്ന് തോന്നിപ്പിച്ച രീതിയിൽ ഇയാൾക്ക് സ്ത്രീകൾ പൊതുവെ ചെയ്യുന്നതാണ് കാമുക ഹോർമോൺ. അപ്പോ ഈ അസൂയ ഉണ്ടാക്കും മറ്റാൾക്ക്, അല്ല ഇയാളോട് മറ്റാൾക്ക് അസൂയ ഉണ്ടാക്കും. യഥാർത്ഥ ബന്ധം ആഗ്രഹിക്കുന്നവർക്ക് മറ്റാളോട് അസൂയ പെരുമാറും ഈ വ്യക്തി. ഇതൊരു ടെസ്റ്റിംഗ് ആണ്. പക്ഷെ ഈ 3 ടെസ്റ്റിംഗ് ആദ്യം പറഞ്ഞതും ഈ വേർപിരിയലും ട്രയാങ്കുലർ ടെസ്റ്റും ഇത് വളരെ വിനാശകരമാണ് പിന്നീടുള്ള ബന്ധത്തിൽ. പിന്നെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആത്മവിശ്വാസം തോന്നിയാൽ എന്ത് ചെയ്യും? ഇത് വളരെ ശക്തമായിട്ട് പരീക്ഷിച്ച് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ സംയോജന ഘട്ടത്തിലേക്ക് എത്തും. അപ്പോ എന്താ ചെയ്യണത്? സുഹൃത്ത് ആയിട്ടുള്ള ആൾക്കാര് അവനവന്റെ ഉള്ള വസ്തുക്കള്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ പങ്കിടാൻ തയ്യാറാവും. വീട്ടിലേക്ക് കൊണ്ടുപോകാനും വീട്ടിലേക്ക് വിളിക്കാനും ഇതിനൊക്കെ തയ്യാറാവും. പിന്നീട് ബന്ധത്തെ നമ്മൾ പുറമെ പറയും, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ നല്ല ബന്ധമാണ്, വളരെ സവിശേഷമാണെന്ന് മറ്റുള്ളവരുടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുക്കും. ആ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് എന്തിനാ? മറ്റുള്ളവർ പറയാൻ ഇത് ഇവൻ തന്നതാണ് അല്ലെങ്കിൽ ഇവള് തന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്. സംസാരത്തിലും വാക്കാലുള്ള പെരുമാറ്റത്തിലും വസ്ത്രത്തിലൊക്കെ സമാനതകൾ ഉണ്ടാക്കും. അതായത്
സെയിം കളറിൽ ഡ്രസ് ചെയ്യുക, അങ്ങനെ വാക്ക് സംസാരിക്കുന്ന രീതി, അതാ എല്ലാം സമാനത്തിലേക്ക് മനസ്സ് പോകും, അത് ചെയ്യും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ പ്രൊഫൈൽ, അത് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഈ ഇതേ രീതിയിൽ തന്നെ നടക്കുന്നത്. എന്നിട്ട് ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ് ബോണ്ടിങ്ങിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പോയാലേ ബോണ്ടിങ്ങിൽ എത്തുള്ളൂ എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് വിഷയത്തെ സംബന്ധിച്ച കാര്യം തന്നെയാണ്. ബന്ധത്തെ നമ്മൾ പൊതു ദർശനത്തിൽ എല്ലാം ഇപ്പൊ സംസാരിച്ച എല്ലാം ക്ലിയർ ആയി, ബോണ്ടിങ്ങിലേക്ക് എത്തി. അപ്പൊ നമ്മളത് എല്ലാവരോടും പറയുന്നു, ഈ ബന്ധം നല്ല ബന്ധമാണ്, ഞാൻ ഇതില് തുടരാൻ പോവാണെന്ന് പറയും. എന്നിട്ടോ വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും വാണിജ്യ കരാറ്, പാർട്ട്ണർഷിപ്പ് എന്താണെങ്കിൽ പാർട്ട്ണർഷിപ്പിലേക്ക് എത്താൻ തീരുമാനിച്ചു എന്ന് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കും. ഇത് വിവാഹമോചനം അല്ലെങ്കിൽ മരണം വരെ നിലനിൽക്കും, പക്ഷേ എല്ലാ കാലവും നിലനിൽക്കുമെന്ന് ഉറപ്പില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ആർക്കെൽ നാത്ത് എന്നുള്ള ഈ കമ്മ്യൂണിക്കേഷൻ സ്കോളർ, ആശയവിനിമയ പണ്ഡിതൻ ഉണ്ടാക്കിയ കാര്യമാണ്. ഓരോ സ്റ്റെപ്പും ഓരോന്ന് ഓരോ തവണ എന്തായാലും പുരോഗമിക്കണം, എന്നാലേ ബോണ്ടിങ്ങിൽ എത്തും. എന്തുകൊണ്ട് ബോണ്ടിങ്ങിൽ എത്തുന്നില്ല എന്നതിനുള്ള ഉത്തരവാണ് ഇത്. നമ്മൾ എല്ലാ മനുഷ്യരും, എല്ലാ ഭാര്യ ഭർത്താവ് ബന്ധങ്ങളും വ്യക്തമായിട്ടുള്ള ഇന്റിമസിയിലെ ബോണ്ടിങ്ങിൽ എത്തുന്നില്ല എന്നതിന് ഉത്തരമാണ് ഇത്. പക്ഷെ ബന്ധങ്ങളിൽ ഇത് നടക്കുന്നില്ല, അതാണ് കാര്യം. ഈ ഘട്ടം ഘട്ടമുള്ള പുരോഗമനം നടക്കുന്നില്ല. പെട്ടെന്ന് ബോണ്ടിങ്ങിൽ എത്തിയാൽ പിരിയലിന്റെ ആദ്യ സ്റ്റെപ്പിൽ പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിയാനും തുടങ്ങും. ഓരോ അതിന് വ്യക്തമായുള്ള സമയങ്ങൾ എടുത്തിട്ട് മനസ്സ് ഇതേ ഘട്ടങ്ങളിലൂടെ പോവുക തന്നെ വേണം. ഇത് പ്രശ്നമില്ലാതാക്കാൻ വേണ്ട സ്പേസും സമയം മറ്റേ പങ്കാളിക്ക് കൊടുക്കണം. നിർബന്ധിക്കരുത്, വളരെ പെട്ടെന്നിലേക്ക് പോകരുത്. അത് പിന്നെ അതാണ് രണ്ടാമത്തെ. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടാ. ഇത് പിരിയലിന്റെ കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. പിന്നെ ഇതിലും പിരിയലിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മള് ഇതിന് പിന്നെ ഇതിലൊരു കാര്യം മാത്രം പറയാം. ഇന്റിമസിയുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്, മാതൃകാ ദമ്പതികളുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ആ നാപ്പ് പറഞ്ഞിട്ടുള്ള കാര്യത്തില് ആദ്യത്തെ ഒരു ബന്ധം ഉണ്ടാക്കുന്ന സ്റ്റെപ്പുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ ഇന്റിമസി ഉണ്ടാവും. തിരിച്ചോ, താഴേന്ന് കയറി പോയാലേ ഇന്റിമസി ഉണ്ടാവുള്ളൂ. മറിച്ചാണെങ്കിൽ അധോഗമനമാണ്. ക്ലിയർ ആയിരിക്കും വിചാരിക്കുന്നു. ഇനി എന്താണ് ഈ ജീവിതം, ഈ ഭാര്യ ഭർത്തൃ ബന്ധം? ഇത് വലിയ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട ഒരു കാര്യമില്ല, അല്ലേ? അങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ പറയാ, ഉഴന്ന് നടന്നിട്ടുള്ള ഒരു പുരുഷൻ, അതുപോലെ ഒരു സ്ത്രീ, അല്ലെ? ഒരു ഇതുമില്ലാതെ, നിയന്ത്രണം ഇല്ലാതെ നമ്മളെ തോന്നിയ മാതിരിയൊക്കെ ജീവിച്ചു ചേർന്നുള്ള വ്യക്തി, ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും വിവാഹം എന്ന ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റീവ് ലൈഫിന് വേണ്ടിയിട്ടാണ് ഒന്നിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളത് പ്രൊഡക്റ്റീവ്, അല്ലെ? സമൂഹത്തിന് ഗുണം ചെയ്യുന്നു, സമൂഹത്തെ നിലനിർത്തുന്ന ഘടകമാകാം, മനുഷ്യരാകണം എന്നുള്ളതിലേക്ക് വിവാഹം ചെയ്യുന്നു, അല്ലെ? അതെ. അപ്പൊ ചില ടാസ്കുകൾ, നമുക്കൊക്കെ ഓരോ ടാസ്കുകൾ ഉണ്ട്. സമൂഹം പറഞ്ഞിട്ടുള്ള ചില ടാസ്കുകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ കൗൺസിലർമാരെ എടുത്ത് കഴിഞ്ഞാൽ അത്തരം ടാസ്കുകൾ ചെയ്യിപ്പിക്കുകയാണ് അവർ ചെയ്യാറുള്ളത്. ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കുകയാണ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ആ ടാസ്കുകൾ? ഒന്ന് പ്രത്യുൽപാദനമാണ്, സമൂഹത്തിന് നിലനിർത്താൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊടുക്കുക. പിന്നൊന്ന് ആ കുട്ടികളെ സംരക്ഷിക്കലാണ്. പിന്നൊന്ന് എന്താണ്? അവരുടെ വളർച്ചകളുടെ കരുതൽ ഉറപ്പാക്കലാണ്. പിന്നെന്താണ്? ഇതിനോടൊപ്പം വിവരം വളരുകയാണ് ചെയ്യുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാർ. അങ്ങനെ ഒരു വളർച്ച അവർക്കും ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വിവാഹവും കുടുംബജീവിതവും. ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അല്ലെ? എങ്ങനെ ഇന്റിമസിയിലെത്തണം, എങ്ങനെ മാതൃക ദാമ്പത്യത്തിലേക്ക് എത്തണം എന്നതിനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് തന്നെയാണ് എനിക്ക് 36 മിനിറ്റായി 8 മണി വരെ പറയാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം എന്നും ഫീലിങ്ങുകൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെ? എന്നോട് ഞാൻ പണ്ടൊക്കെ പലരും പറഞ്ഞിട്ട്, നീ ഫീൽ ചെയ്യാൻ പോകരുത് ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ, ഫീൽ ചെയ്യരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളോടൊക്കെ പലരും പറയാറുണ്ട്. ശുദ്ധാബദ്ധമാണത്. ഈ ഫീലിങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഫീലിങ്ങുകൾക്ക് അനുസരിച്ചാണ് മനോഭാവങ്ങൾ ഉണ്ടാവുന്നത്.
മനോഭാവങ്ങൾക്കനുസരിച്ചാണ് ജീവിതം വഴിത്തിരിവിലെത്തുന്നത്. അപ്പൊ ഈ ഫീലിങ്ങുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, നമ്മുടെ ഫീലിംഗ് ആയിട്ട് മാറ്റിയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബന്ധത്തിലേക്ക് പോകും. ഫീലിങ്ങുകൾ അഡ്രസ് ചെയ്തേ വെക്കൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചില ഉപായങ്ങൾ നല്ല ഭാര്യ ഭർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കുറച്ച് 4-5 ഒതുക്കിയിട്ട് പറയാം. ഒന്ന്, ഭാര്യയും ഭർത്താവും ഉത്തമ ചങ്ങാതിമാരാവുകയാണ് വേണ്ടത്. സൗഹൃദം വളരെ വലിയൊരു ടോപ്പിക്കാണ്. കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും മുൻപേ, അതിൽ മറ്റൊരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ കൂടുതൽ അടുത്ത സുഹൃത്തായിട്ട് ഭാര്യ മാറണം, അല്ലെങ്കിൽ ഭർത്താവ് മാറണം. എന്തൊക്കെ ഭൂതകാല അനുഭവം കണ്ടോ അതൊക്കെ ഏറ്റു പറയാൻ പറ്റുന്ന രീതിയിൽ സൗഹൃദം വളരുമ്പോൾ മാത്രം അത് പറയണം. ഏറ്റു പറയണം എന്നുള്ളതാണ് ശരിയാണ്. പക്ഷെ ഉടൻ ഏറ്റു പറയണോ എന്നൊക്കെ നമ്മൾ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അപ്പൊ കുറച്ചുകൂടി വ്യക്തത വന്നു കാണും. ബന്ധങ്ങളിലെ ഘട്ടങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ ബോണ്ടിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പറയേണ്ടത് അത്യാവശ്യമാണ്. ജോലികള് ഭാര്യ ഭരിക്കപ്പെടേണ്ടവർ എന്നാണ് വാച്യാർത്ഥം. ഏറ്റവും അധികം ജോലി കുടുംബത്തിൽ ഉണ്ടാകുന്നത് ഭാര്യയ്ക്കാണ്. ജോലി ഭാരം കൊണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയുടേതാണെന്നും പുറമേയുള്ള പങ്കാളിത്തം മാത്രമേ ഭർത്താവിനുള്ളൂ എന്നുള്ള ആ ഒരു ക്ലീശേ അല്ലെങ്കിൽ ഒരു രീതി അതിന്ന് മാറണം. 50% കുടുംബത്തിന്റെ ജോലി, പുറമെയുള്ള ജോലിയല്ല, പുരുഷൻ തന്നെ ചെയ്യണം. അതുപോലെ 50% സ്ത്രീയും ചെയ്യണം. ഇത് കുട്ടികൾ അത്യാവശ്യമാണ് കേട്ടോ. കുട്ടികൾ വേണ്ട എന്ന്, തീരെ കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ദമ്പതികളടക്കം ഇന്നുണ്ട്. അത് തെറ്റ് തന്നെയാണ്. ഇത് അത്യാവശ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് കുട്ടികളും കൂടി ഉണ്ടാവാന്നുള്ളതാണ് വിവാഹത്തിന്റെ ദാമ്പത്യത്തിന്റെ ലക്ഷ്യം. ഇല്ലെങ്കിൽ കുട്ടികൾ തീരെ ഉണ്ടാവില്ല എന്നറിഞ്ഞ് കുട്ടിയെ ദത്തെടുത്ത് വളർത്തുമെങ്കിലും ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴേ സമൂഹം നിലനിൽക്കുള്ളൂ. അതൊരു ടാസ്ക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തമ്മിലുള്ള ഫീലിങ്സ് എല്ലാം പോസിറ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നെഗറ്റീവുകളിൽ പ്രാധാന്യം കൊടുക്കരുത്. നെഗറ്റീവുകളേ ഉണ്ടാവും. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ അതെല്ലാം അതിജീവിച്ച് ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഭൂതകാല അനുഭവങ്ങൾ ഏറ്റുപറയാം എന്ന് പറഞ്ഞു സാറ്. ഭൂതകാല അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ഏറ്റുപറയുക. പഴയ കാര്യങ്ങൾ എടുത്തിട്ടാൽ വീണ്ടും കുഴച്ചിലാവും. അത് ഞാൻ പറഞ്ഞു സാറേ. ഇനി ഞാൻ പറഞ്ഞ ഭൂതകാല അനുഭവങ്ങൾ എടുത്തു പറയാന്ന് പറയുന്നത് ആസ് എ കൗൺസിലർ എനിക്ക് എക്സ്പെക്ട് വന്നിട്ടുള്ള ചില അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് പലരുടെയും. ഭൂതകാല അനുഭവങ്ങൾ, അതായത് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നതും കുടുംബജീവിതത്തിൽ ഉണ്ടായാൽ അത് റീകളക്ട് ചെയ്താൽ വീണ്ടും വഷളാവും. ചിലത് പറയരുത് എന്നാണ് സാർ പറഞ്ഞത് അല്ലേ? അത് നല്ല കാര്യങ്ങൾ, ഭൂതകാലം സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ഏറ്റുപറയുക. എല്ലാ കാര്യങ്ങളും പറയരുതെന്ന ആണ് ഞാനൊരു സജഷൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനൊരു സമയമുണ്ട്. ബന്ധത്തില് ഒരു സമയമുണ്ട്. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് മാറില്ല, അംഗീകരിക്കപ്പെടും. ആ സമയത്ത് അതും കൂടി പറഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് ഇത് അറിയും പോകും, ഇന്റിമസി പോകും, ബോണ്ടിങ് പോകും. അവിടെയാണ് ഇതിന്റെ പ്രശ്നമുള്ളത്. ബോണ്ടിങ് പോവും. ഇവളെല്ലാം എന്നോട് പറയുന്നതാണ് എന്ന് ബോണ്ടിങ് ഉള്ള, ഇന്റിമസി ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ, ഇവളുടെ ഒരു പരപുരുഷ ബന്ധം അത് ഇവൾ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്ത്രീ ബന്ധം ഭർത്താവിനും ഉണ്ടാവും. അത് രണ്ടും ഇന്നത്തെ കാലത്ത് ഉണ്ടാവും, ഇല്ല എന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയാൻ പറ്റിയ സന്ദർഭത്തിൽ ബോണ്ടിങ്ങും അതുപോലെ തന്നെ ഇന്റിമസി ഉള്ള സമയത്ത് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ പറയാവുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം നമ്മൾ സ്റ്റേജുകൾ മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ അലർട്ടൻ, ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം അലർട്ട്നെസ് ആണ്, അറിയലാണ്. ഇതൊക്കെ നേടിയതിന് ശേഷം മനസ്സിലാക്കിയിട്ട്, ഇന്റിമസിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം, ബോണ്ടിങ് ഉണ്ടെന്ന് ഉറപ്പിച്ചുള്ള മാത്രം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്റിമസി തകരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ ഇനി ഇങ്ങനെ ഇപ്പൊ വേറെ ഇന്റിമസി തകരുന്ന വേറൊരു കാര്യമാണ് കോൺഫ്ലിക്റ്റുകൾ. എങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ 2 ക്ലാസ്സുകൾ മുൻപേ എടുത്തിട്ടുണ്ട്. എന്റെ 2 ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് കൂടുതൽ ക്ലിയർ ആയിട്ട് അറിയുമായിരിക്കും. ഈ ഇന്റിമസി ഉണ്ടാകുന്ന ചില ഘട്ടങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാം.
ആദ്യമായിട്ട് ഉണ്ടാവുന്ന ജസ്റ്ററുകളിലെ മാറ്റമാണ് ഉണ്ടാവുക. നോൺ വെർബൽസിൽ അതുപോലെ തന്നെ ജസ്റ്ററുകൾ അംഗവിക്ഷേപങ്ങളിലെ മാറ്റമാണ് ആദ്യം ഉണ്ടാവുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോ എന്താണ് വേലക്കാരിയായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഭാര്യയ്ക്ക് പിന്നെ ആ വീട്ടിൽ നിൽക്കണേന്ന് തോന്നില്ല. അപ്പൊ ആകെ ഭയം, നിരാശ, വെറുപ്പ്, അതിന്റെ ഫീലിംഗ് ആയിട്ടാവും ഭാര്യ നടക്കുന്നുണ്ടാവുക. ഇതാണ് വിഷയം ഇവിടെ. അതായത് ഭർത്താവിന് വേലക്കാരിയായിട്ടുള്ള ഒരു അസ്വാഭാവികമായുള്ള അവസരത്തിൽ ഭർത്താവിനെ ഭാര്യ കണ്ടു എന്നുള്ള വിഷയം. അപ്പൊ ഈ വേളകളിൽ കോൺഫ്ലിക്റ്റിന്റെ ആദ്യത്തെ സ്റ്റേജ് ഞാൻ പറഞ്ഞു, തമ്മിൽ സംസാരിക്കില്ല, പിന്നെന്താണ് ചെയ്യുക, അംഗവിക്ഷേപങ്ങളൊക്കെ സാധാരണത്തിന് വ്യത്യസ്തമായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോ ചില പ്രതീകാത്മകമായുള്ള പ്രഹരണങ്ങൾ, ഭർത്താവ് വേദനിക്കുന്ന രീതിയിൽ ഭാര്യ പറയാനുള്ളത് കാര്യങ്ങൾ. അതായത് തന്റെ ഐഡന്റിറ്റിക്ക് ഭീഷണിയാണല്ലോ കാര്യം, ഭാര്യ എന്നുള്ള ഐഡന്റിറ്റി ഭീഷണിയുള്ള കാര്യമാണ് ഭർത്താവ് ചെയ്തത്. അപ്പൊ വളരെയധികം വേദന ഉണ്ടാക്കും അല്ലെ. ഭർത്താവിന്റെ ആത്മാഭിമാനത്തെ ഉപദ്രവിച്ചിട്ട് ഇരിക്കുന്ന പല കാര്യങ്ങളും ഭാര്യ തിരിച്ചു ചെയ്യും. അപ്പൊ അതൊരു സോറി എന്ന് പറഞ്ഞാൽ സാധ്യമാണ് തൽക്കാലം. പക്ഷേ ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ ഒരു ഇൻഫാക്ച്വേഷൻ, അതായത് എനിക്ക് ശാരീരിക ആകർഷണം തുടങ്ങിയിട്ട് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഭാര്യ ഒരിക്കലും സമ്മതിച്ചില്ല, അലറി വിളിക്കും. ആ ഇൻഫാക്ച്വേഷൻ നിന്നോട് പറയണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ ഭാര്യ പറയുന്നത്? കാരണം ഈ ശാരീരിക ആകർഷണം മറ്റൊരുത്തിയോടായി കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധം കൂടുതൽ നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളത് വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ്. പിന്നെ ഈ ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്യും. ഈ ഇത് അക്കോമഡേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. പിന്നീട് ഇത് പോകില്ല, ഈ ഒരു സംഭവം മനസ്സിൽ നിന്ന് എന്തായാലും പോകില്ല. എന്നിട്ട് പുറമേക്ക് ഏകദേശം ഒത്തീർപ്പിന്റെ രീതിയിലൊക്കെ മുന്നോട്ട് പോകും. ആ സോറി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട്. പക്ഷെ ഈ സമാധാനത്തിലുള്ള പ്രക്രിയ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുപോയിപ്പോ ഇങ്ങനെ സ്പൈറലായിട്ട് മുന്നോട്ട് പോകും. എന്നിട്ട് നാലാമത്തെ സ്റ്റേജിൽ ഒരു റീഅസസ്മെന്റ് ആണ്. അതായത് ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, അതുകൊണ്ട് ദൈവത്തിനെ ഓർത്ത് അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്ത് എനിക്ക് താഴെ കുറെ പെൺകുട്ടികളുണ്ട്, അത് അങ്ങനെയാണ്, അനിയത്തിമാരുണ്ട്, അങ്ങനെ പല രീതി എൻ്റെ അച്ഛനും അമ്മയും വേദനിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പുനർചിന്തിച്ചിട്ട് അത് ക്ഷമിക്കും. അത് റീഅസസ്മെന്റ് സ്റ്റേജ്. ലാസ്റ്റിൽ എന്താ സംഭവിക്കുക? 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നെന്താണ്, ഈ ഒത്തീർപ്പെത്തി എന്നിട്ട് സംഘർഷം പരിഹരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒത്തീർപ്പെത്തുക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഭർത്താവ് പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒത്തീർപ്പ് കേട്ടതാണ് ഒത്തീർപ്പ്. മറ്റതെന്താണ്, ഈ കോൺഫ്ലിക്റ്റ് വീണ്ടും റീആക്ടിവേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഉപദ്രവത്തോട് കൂടിയിട്ട് ഇങ്ങനെ, അത് ഈ തുടക്കത്തിൽ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പെരുത്ത് പോയിട്ട് വലിയ പ്രശ്നമാകും. ഈ ഒരു ചെറിയ പ്രശ്നത്തിലാവും തുടങ്ങിയിട്ടുണ്ടാവുക. ഇത് ആറ്റം ബോംബ് പോലെ അല്ലെങ്കിൽ ആറ്റം ബോംബ് പോലെ അങ്ങനെ പെരുത്ത് അവസാനം ഡിവോഴ്സ്, അടിമ, ഇതൊക്കെ ഉണ്ടാവുക. ഇനി 3 Cകൾ, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇന്റിമസി ഉണ്ടാക്കാൻ മാതൃകാ ദാമ്പത്യത്തിന് വേണ്ട 3 കാര്യങ്ങൾ. ഒരു കമ്മിറ്റ്മെന്റ്, പരസ്പരം കമ്മിറ്റ്മെന്റ് അത്യാവശ്യം. പ്രതിജ്ഞാബദ്ധത, അതായത് ഞാൻ അവൾക്ക് വേണ്ടി, അവൾ എനിക്ക് വേണ്ടി, അങ്ങനെ തന്നെ ജീവിക്കും. അതായത് നല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മൾ പരസ്പരം ഉറപ്പായിട്ടും അത് പരിഹരിക്കും എന്നുള്ള കമ്മിറ്റ്മെന്റ്. നന്നായി ജീവിക്കും എന്നുള്ളത് കമ്മിറ്റ്മെന്റിലിട്ട് പോകണം. പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കണം പൊതുഗുണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ബോണ്ടിങ് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ബോണ്ടിങ്ങിനായിട്ട് നമ്മൾ സ്വല്പം വളയണം. പിന്നൊന്ന് നമ്മളെ സ്വയം നന്നാക്കണം. മറ്റുള്ളവരെ നന്നാക്കല്ല, നമ്മളെ സ്വയം നന്നാക്കണം. നമ്മൾ ചിലത് ഉപേക്ഷിക്കണം, ചിലത് നേടണം. പിന്നെ പരസ്പരം ബഹുമാനിക്കണം, 2 പേരുടെ അവകാശങ്ങൾ അംഗീകരിക്കണം. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല. എന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു, കുടുംബത്തെ എന്ത് ദോഷമായി സംഭവിക്കുന്നു, അതിന്റെ ഉത്തരവാദിത്വം ഓരോരുത്തരും എന്റേതാണ് ഉത്തരവാദിത്വം എന്നുള്ളതൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. മാതൃകാപരമായുള്ള സംഘർഷ പരിഹാര ദിട്ടം. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, സംഘർഷങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, വഴക്കുണ്ടാവും, അടിപിടിയൊക്കെ ഉണ്ടാവും കുടുംബത്തിൽ. അത് സാധാരണമാണ്. അതിന് മാതൃകമായുള്ള രീതി ഒത്തുതീർപ്പോ ചർച്ചയോ, അതാണ് കോംപ്രമൈസ് അല്ലെങ്കിൽ നെഗോഷിയേഷൻ. ഇതാണ് മാതൃകമായുള്ള ഒരു രീതി. അത് ചെയ്യണം. സാധാരണ പകുതി വഴി തിരിച്ചറിവിൽ വിജയിക്കുന്നു. ചിലപ്പോൾ മോശം ഫീലിംഗ് നൽകാം. 2 കക്ഷികളും കുറച്ച് നേടും, കുറച്ച് നഷ്ടപ്പെടും.
ഇച്ചിരി നഷ്ടപ്പെടുക, ഇത്തിരി നേടുക, ഇതായിരിക്കും ലക്ഷ്യം പ്രശ്നങ്ങൾ ഉണ്ടായാൽ. അപ്പോ ഇത് അഭിപ്രായ വ്യത്യാസം തുടക്കത്തിലേ പരിഹരിച്ചിട്ടില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നമാകുന്നു നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ പ്രജ്ഞാപനയും വിശ്വാസവും അതിനായിട്ടാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആൻഡ് കൊളാബറേഷൻ ആണ്. സമന്വയവും സഹകരണവുമാണ് രണ്ടാമത്തെ രീതി. അതായത് ഒരാൾ മറ്റൊരാളുടെ വീക്ഷണത്തെ ആദ്യം അംഗീകരിക്കലും അയാളുടെ താല്പര്യത്തെയും കഴിവിനെയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അടിസ്ഥാന രീതി. നമ്മള് മറ്റൊരാൾ എന്ത് പറയുന്നു അതിനെ ആദ്യം തന്നെ അംഗീകരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അയാളുടെ ഇൻട്രസ്റ്റിനെയും അംഗീകരിക്കണം, താല്പര്യത്തിനെയും സ്വീകരിക്കണം. നമ്മൾ അതിനുള്ള മനസ്സ് ഡെവലപ്പ് ചെയ്തെടുക്കണം. രണ്ടു ഭാഗത്തുള്ള കക്ഷികളുടെ നെഗറ്റീവ് പോസിറ്റീവ് ആലോചിച്ച നേരത്തെ പറഞ്ഞു, പോസിറ്റീവിനെ മാത്രം കണ്ടാൽ പോരാ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇങ്ങനെ ആവണമെന്ന് മാത്രം പ്രതീക്ഷിച്ച പോരാ, എന്റെ ഭാര്യ ഇങ്ങനെ ആവണമെന്ന് മാത്രം പ്രതീക്ഷിച്ച പോരാ, എന്റെ ഭാര്യ എന്താണോ അതിനെ ഞാൻ ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. പോസിറ്റീവിനെ മാത്രം സ്വീകരിച്ചാൽ പോലെ നെഗറ്റീവും കൂടി ഉൾപ്പെടുന്നതാണ്, പോസിറ്റീവ് കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഒരു വ്യക്തി. സഹകരണവും ഒന്നിച്ചു നിലനിൽപ്പ് ഉറപ്പാക്കാനായി അഡ്ജസ്റ്റ് ചെയ്യാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇടയ്ക്കിടയ്ക്കും ഫലപ്രദമായും പ്രതിബദ്ധ അത്യാവശ്യവും തീരുമാനം ദീർഘകാല ഫലപ്രാപ്തി ഉറപ്പുവരുത്തുകയും അത്യാവശ്യം. ഇടയ്ക്കിടയ്ക്ക് ഫലപ്രദവും ആയ പ്രതിബദ്ധത അത്യാവശ്യം. ഫലപ്രദമായ പ്രതിബദ്ധത എന്താ അതിന്റെ അർത്ഥം? ഈ പ്രതിബദ്ധത നേരത്തെ പറഞ്ഞ കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ബലം ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പുവരുത്തും വേണം. അതിനനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ചില പോസിറ്റീവ് സമീപങ്ങളും കൂടി പറയാം. അതായത് പ്രശ്നത്തിന്റെ ഉടമസ്ഥാവകാശം. ഇതിനൊരു പ്രശ്നം ഉണ്ടായാൽ അത് പിന്നെ ഇത് ഈ കുടുംബം എന്റേതാണെന്നുള്ള ഉടമസ്ഥത രണ്ടുപേർക്കാണ്. ഭാര്യയ്ക്കും വേണം, ഭർത്താവിനും വേണം. അതായത് ഭർത്താവ് പരിഹരിക്കട്ടെ അല്ലെങ്കിൽ ഭാര്യ പരിഹരിക്കട്ടെ എന്ന് മാറി നിൽക്കരുത്. ഭർത്താവ് ഉണ്ടാക്കിയതാണ് പ്രശ്നം, അതുകൊണ്ട് ഭർത്താവ് തന്നെ പരിഹരിക്കട്ടെ. ഭാര്യ ഉണ്ടാക്കിയതാണ് പ്രശ്നം, അതുകൊണ്ട് ഭാര്യ പരിഹരിക്കട്ടെ എന്ന് കരുതി മുന്നോട്ട് പോകരുത്. ഭർത്താവ് ഉണ്ടാക്കിയ പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാൻ ഉത്തരവാദിത്വം ഭാര്യയ്ക്കും കൂടിയുണ്ട്. അതാണ് ഉടമസ്ഥാവകാശം. അപ്പോ ഇത് ഞാൻ എന്നുള്ള സന്ദേശമാണ് കൊടുക്കേണ്ടത്, നീ എന്നല്ല. നീ കാരണം ഉണ്ടായതാണെന്നുള്ള ഇത് പരിപൂർണമായിട്ട് ഒഴിവാക്കിയേ പറ്റും. അപ്പൊ എന്ത് പറയുമ്പോഴും കുറ്റപ്പെടുത്താതെ വിവരിക്കണം. പെരുമാറ്റത്തിനെ കണക്കാക്കാവുന്ന പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ എന്ന സന്ദേശം എടുക്കുകയാണെങ്കിൽ സന്ദർഭത്തിന്റെ കുറ്റപ്പെടുത്ത എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിഹേവിയറിന്റെ നമ്മളൊരു ബിഹേവിയർ കണക്കാക്കിയിട്ട് മറ്റൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരം ബിഹേവിയറിൽ നിന്ന് തിരിച്ചു കിട്ടും. യഥാർത്ഥ ഫീലിംഗും പുറത്തു വരും. പിന്നെ എംപതറ്റിക് ആയിട്ട് കേൾക്കാൻ പഠിക്കണം. എംപതറ്റിക് ആയിട്ട് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് വേണം കേൾക്കാൻ. സ്റ്റേ ഇൻ അതർ ഷൂസ്, ഇതാണ് എംപതിക്ക് പറയുന്നത്. ജഡ്ജ്മെന്റിൽ അല്ലാതെ കേൾക്കണം. വാക്കുകളുടെ ഫീലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും പറയുന്നു, ഫീലിംഗുകളാണ് ശ്രദ്ധിക്കേണ്ടത്, വാക്കുകളുടെ അർത്ഥങ്ങളല്ല. ആശയവിനിമയം വളരെ പ്രധാനമാണ് ദാമ്പത്യ ജീവിതത്തിൽ. 95% ആശയവിനിമയം നടക്കുന്നത് വാക്കുകളാൽ അല്ലാതെയാണ്. ഒരു 5% വാക്കുകൾ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഫീലിംഗുകൾ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ പറയാതിരുന്ന വാക്കുകളുടെ അർത്ഥം അത് ഞാൻ പറഞ്ഞില്ല. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് മറ്റേ ബംഗാളിയെ കൊണ്ട് തിരിച്ചു പറയിക്കുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് ആ ബംഗാളിയെ കൊണ്ട് തിരിച്ചു പറയിക്കുക. ആശയവിനിമയം വ്യക്തമാക്കണം. അപ്പൊ വളരെ നല്ല ആശയവിനിമയം മനസ്സിലാണ് പറയുന്നത്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു സൊല്യൂഷൻ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ആ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു മാറ്റത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം ഭാര്യയോട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് അവളോട് സംസാരിക്കുന്നത്. പൊതുവെ കുടുംബത്തിന് നല്ലതായിട്ട് എന്ത് വേണമെന്ന് ഉള്ള മാറ്റം, അതാണ് ആഗ്രഹിക്കേണ്ടത്. അത് വളരെ വ്യക്തമായി തന്നെ പറയണം. എന്തെങ്കിലും നിരാശ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാനേ പോകരുത്. നെഗോഷിയേഷൻ ദമ്പതികളുടെ ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനം പരത്വവിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും. നെഗോഷിയേഷൻ ട്രോൾ ബുദ്ധിമുട്ടില്ലാതാക്കി വ്യക്തിപരമായ വളർച്ചയിലേക്ക് നയിക്കും. നെഗോഷിയേഷൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മനസ്സിൽ കുറിച്ചു വെക്കണം. എന്താണ് ഈ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ വില്ലപേശലല്ല, ബാർഗെയിനിങ് ആണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം
നമ്മൾ വിലപേശൽ വഴി നല്ല രീതിയിൽ നേടുന്നത് തന്നെയാണ് നെഗോഷിയേഷൻ. രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ മാതൃകാ ദമ്പതികളാവുള്ളൂ. ഇത് വൈവാഹിക അഡ്ജസ്റ്റ്മെന്റ്, സംതൃപ്തി, അഡ്ജസ്റ്റ്മെന്റ്, നല്ല അഡ്ജസ്റ്റ്മെന്റുകൾ വഴി മാത്രമേ എന്താവുകയുള്ളൂ, നല്ല മോഡൽ ദാമ്പത്യത്തിലേക്ക് പോകും. ഫീലിംഗ് പറഞ്ഞ കാര്യമാണത്. ഫീലിംഗുകൾ തിരിച്ചറിയണം, അത് പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, മനസ്സിൽ വെക്കാനുള്ളതാണ് അല്ല. പങ്കാളിയുടെ ഫീലിങ്ങിനോട് ആശങ്ക, എന്തെങ്കിലും ഫീലിങ്ങിനോട് നമുക്ക് ആൻസൈറ്റി ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ ഫീലിംഗ് ആണെന്ന് തിരിച്ചറിയണം. ആ ഫീലിങ്ങുകളെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പങ്കാളി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. ഫീലിംഗുകൾ, അതെ, പരസ്പരം ഫീലിംഗുകൾ പ്രകടിപ്പിക്കാൻ അതിന്റെ ആ മനോഭാവം ഉണ്ടല്ലോ, തുറന്ന മനോഭാവം വേണം. എല്ലാം ഓപ്പൺ ആയിട്ടാണ് പ്രകടിപ്പിക്കേണ്ടത്. തുറന്ന മനോഭാവത്തോടു കൂടി തന്നെ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. പിന്നെ ഇനി ഇത് എല്ലാം വളരെ ചുരുക്കിയിട്ട് ഞാൻ വാക്കുകളായിട്ട് ഇതായിട്ട് പറയാണ്. പോയിന്റ് മാതൃകാ ദമ്പതികൾ ആരാണ് എന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുകയാണ്. കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിൽ പോയിന്റ് ആയിട്ട് തന്നെ പറയുന്നത് ഒരേ മൂല്യങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്ന ഒരു കണ്ടീഷനായിട്ട്. പിന്നെ തുറന്ന് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞു അവിടുത്തെ കാര്യമാണ്. പരസ്പരം സ്നേഹിക്കണം, തുറന്ന് ബഹുമാനിക്കുമാണ്. ധാരാളം ചിരിക്കാൻ കഴിയുന്നവർ, സന്തോഷിക്കാൻ കഴിയുന്നവർ പരസ്പരം ഉള്ള ജീവിതത്തില്. ഈ സ്നേഹത്തിൽ ത്യാഗം എന്ന ഒരു ഭാഗമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്നു. സന്തോഷത്തെ മാത്രം ആഗ്രഹിച്ച് സ്നേഹിക്കാതെ ചിലപ്പോ ചിലപ്പോ നല്ല ദുഃഖം ഉണ്ടാവുന്ന ഉറപ്പ്. അപ്പൊ അത്തരം ത്യാഗസന്നദ്ധ, ശരിയായ ത്യാഗസന്നദ്ധരായിരിക്കുന്നവര്, തുല്യതയുള്ളവരൊക്കെ അല്ലെ, സ്ത്രീ പുരുഷ തുല്യത, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ തുല്യ, എല്ലാ കാര്യത്തിലും അവർ വേണ്ടതാണ്. ഏറ്റവും നല്ല ഒറ്റ ചങ്ങാതിമാരാണ്. ലോഞ്ചിങ് ഘട്ടത്തിൽ സമൂഹത്തിന് ഏറ്റവും ഗുണകരമായ കുറ്റം, ഇതാണ് ഏറ്റവും വലിയ കാര്യം ദാമ്പത്യബന്ധത്തിന്റെ, അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ഏറ്റവും നല്ല കുടുംബം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരവാണ്. അതായത് സമൂഹത്തിന് ഏറ്റവും ഗുണപരമായ കുട്ടികളെ നൽകാൻ കഴിയുന്ന കുടുംബമാണ് ഏറ്റവും നല്ല കുടുംബം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെയുള്ള ദാമ്പത്യ ബന്ധം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 R's 3 C's പാലിക്കുന്നവരായിരിക്കണം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അല്ലെ. ഇപ്പോഴത്തെ മനഃശാസ്ത്രം തെളിവോടുകൂടി പറയുന്നു മനുഷ്യൻ ലൈംഗിക ജീവിയും ആണ്. അതാണ് ശാസ്ത്രീയത. ഇത് മനസ്സിലാക്കി വേണം ജീവിക്കാൻ. സാമൂഹ്യ ജീവിയാണ്. ഇതിന് നമ്മൾ സമ്മതിച്ചു തരുന്ന കാര്യമാണ് എല്ലാവരും. ഞാനിപ്പോ ലൈംഗിക ജീവിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കയറി പെരുമാറാൻ അടക്കം എന്നെ കേൾക്കുന്നവർ തയ്യാറാവും, ചിലപ്പോൾ ഒരുങ്ങിന്നിരിക്കും. പക്ഷെ ഇതും കൂടി ഒരു സത്യമാണ്. ലൈംഗിക ജീവി കൂടിയാണ് മനുഷ്യൻ. വ്യത്യസ്തമായ ലൈംഗികത, ഇത് അഡ്ജസ്റ്റ് ചെയ്തേ നോക്കൂ, ചെയ്യണം. ലൈംഗികത, വ്യത്യസ്തത ഒന്നും തെറ്റല്ല. അത് പരസ്പരം യുണീക്കാണ്. മനുഷ്യൻ യുണീക്കാണെന്ന പോലെ യുണീക്ക് തന്നെയാണ് മനുഷ്യനിലെ ലൈംഗികതയും സെക്സ് എന്ന് പറയുന്ന കാര്യം. ഇത് മനസ്സിലാക്കി ജീവിച്ചാലേ പറ്റുള്ളൂ. വ്യത്യസ്തമായ ലൈംഗിക ആവശ്യങ്ങളും ശാരീരിക മാനസികമായ ആവശ്യങ്ങളും ഉണ്ടാവും പങ്കാളികൾക്ക്. ഇത് മനസ്സിലാക്കി തന്നെ ജീവിക്കണം. പരസ്പരം നന്നായി അഡ്ജസ്റ്റ് ചെയ്യണം. തെറ്റായി അഡ്ജസ്റ്റ് ചെയ്യരുത്. തെറ്റായി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഡിവോഴ്സിലേക്ക് നയിക്കുന്നത്. നന്നായി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നല്ല ബന്ധത്തിലേക്ക് നയിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്. മാർക്ക് എൽ നാപ്പിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതാ. വിവിധ ഘട്ടങ്ങളെ ശരിയായി താണ്ടി പരസ്പരം നല്ല ബോണ്ടിങ്ങിൽ എത്തണം ബന്ധം. അപ്പൊ ബോണ്ടിങ്ങിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോയിട്ട് പോകാം. അത് ആ രീതിയിൽ. അപ്പൊ അതിനൊക്കെയുള്ള വകുപ്പുകളുണ്ട്. കൂടുതൽ ഇതിനെക്കുറിച്ച് ഇതെല്ലാം സബ്ജക്റ്റുകളോട് ഞാൻ പറയുന്നില്ല. സംഘർഷങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഉടമസ്ഥത പരസ്പരം രണ്ടുപേർക്കും ഉണ്ടാവണം. എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ രണ്ടുപേരും അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. അപ്പൊ സംഘർഷങ്ങളെ തുറന്ന ചർച്ചകള്, നെഗോഷിയേഷൻ, സഹകരണം, ഒത്തുതീർപ്പുകൾ വഴി പരിഹരിച്ച് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നത്. നമുക്കറിയാം വഴക്കുകള്, ദാമ്പത്യ ബന്ധത്തിലെ വഴക്കുകൾ തികച്ചും സാധാരണമാണ്. വഴക്കുകളില്ലാത്ത കുടുംബമല്ല മാതൃകാ കുടുംബം. വഴക്കു കൂടാത്ത ദമ്പതിമാരല്ല
മാതൃകാ ദമ്പതികൾ. ഇത് വളരെ തെളിച്ചും കൃത്യമായും തെളിവോടുകൂടിയും ഞാൻ പറയുകയാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വഴക്കുകൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ എന്താണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അത് അത് അധികാലം നീട്ടിക്കൊണ്ടുപോകാതെ തുറന്ന ചർച്ചകളിലൂടെ, നെഗോഷിയേഷൻ കൂടെ, സഹകരണത്തോട് കൂടിയിട്ട്, ഒത്തുതീർപ്പുകളോട് കൂടിയിട്ട് അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ബന്ധം വളരെ കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ് മാതൃകാ ദമ്പതികൾ. നേരത്തെ പറഞ്ഞ എംപതിയോടുകൂടി കേൾക്കണം, അല്ലാതെ ജഡ്ജ്മെന്റൽ ആയിട്ടോ അല്ലെങ്കിൽ പ്രിജുഡീസ് മുൻവിധിയോട് കൂടിയിട്ടോ അങ്ങനെയൊന്നും അല്ല കേൾക്കേണ്ടത്. ആദ്യം പറയുന്നവരല്ല, സംസാരിക്കുന്നവരല്ല, ആദ്യം കേൾക്കുന്നവരാണ് മാതൃകാ ദമ്പതികൾ. പരസ്പരം ഫീലിങ്ങുകൾ തിരിച്ചറിഞ്ഞ് തുറന്ന മനോഭാവത്തോട് കൂടിയിട്ട് ഫീലിങ്ങുകൾ ഹൃദയംഗമമായി പ്രകടിപ്പിക്കുന്നവരാണ്. ഈ 15 ഘടകങ്ങൾ ഞാൻ സംക്ഷിപ്തമായിട്ട് സമ്മറൈസ് ചെയ്തിട്ട് പറയുന്നു. അപ്പോ എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി ഇതില് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്ക് ആഡ് ചെയ്യാം. ഏതെങ്കിലും സ്ലൈഡിനെ കുറിച്ച് സംശയങ്ങളുണ്ടോ? പുറകോട്ട് പോകണോ? ഞാൻ കാണിച്ച സ്ലൈഡുകളിൽ ഏതിലെങ്കിലും കുറിച്ച് കൂടുതൽ വിശദീകരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം, പുറകോട്ട് പോകാം. മാതൃകാ ദാമ്പത്യം എന്നുള്ളത് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അത് മാതൃകാപരമായിരിക്കും, മറ്റുള്ളവർക്ക് അംഗീകരിക്കേണ്ടതാണ്. കാരണം ഇത് ശാസ്ത്രീയതയോട് കൂടി മാത്രം പറയുന്നതാണ്. കാരണം നമ്മളെ ഓരോ ദാമ്പത്യ ബന്ധത്തിന്, കുടുംബത്തിന് ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഐഡിയൽ തന്നെയാണ്, മാതൃകാപരം തന്നെ, സംശയം. ഏതെങ്കിലും സ്ലൈഡുകൾക്ക് പുറകോട്ട് പോകണോ? ഏതെങ്കിലും സ്ലൈഡ് മനസ്സിലാക്കണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്കഷനിലേക്ക് പോകാം. ക്ലോസ് ചെയ്തിട്ട് ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ സാർ, തീർച്ചയായിട്ടും വളരെ മനോഹരമായി എന്ന് വേണമെങ്കിൽ പറയാം. തികച്ചും അർത്ഥഗർഭമായ ഒത്തിരി കാര്യങ്ങൾ. മാതൃകാ കുടുംബം എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. വഴക്കുകളില്ലാത്തത് നല്ലതല്ല. അവിടെ തന്നെ അതിന്റെ ഡെഫിനിഷൻ ആയിക്കഴിഞ്ഞു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചേർന്ന് പ്രശ്നത്തെ തീർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മനപ്പൊരുത്തമുള്ള ഒരു കുടുംബം. ഓക്കെ, നമുക്ക് ചർച്ചകളിലേക്ക് പോകാം. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാം. ആരാണ് സംസാരിക്കുന്നത്? റോയ് സാർ പറയുകയുള്ളൂ. ഒരു ദമ്പതികളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ഉപദേശത്തിന്റെ സ്റ്റൈലായിരിക്കും. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളായിട്ട് പരസ്പരം അംഗീകരിച്ചു കൊടുക്കുക എന്നേ ഉള്ളൂ. അത് അല്ലാണ്ട് നമ്മളിത് പറയുന്നത് ഉപദേശമായിരിക്കും. ഓക്കെ, പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ദമ്പതികളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലും ഒക്കെ നമുക്ക് ഒന്ന് അസസ് ചെയ്യാൻ പറ്റിയ ഘടകങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അസസ്മെന്റിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കാൻ പറ്റുന്ന ഗൈഡ് ലൈൻസ് ആണ് സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം പറഞ്ഞിരുന്നു, ഭൂതകാലത്തുണ്ടായ പ്രശ്നങ്ങൾ അത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ വഷളാവുകയും നേരെ മറിച്ച്
സന്തോഷം തോന്നുന്ന സന്ദർഭങ്ങൾ പഴയതുണ്ട് എങ്കിൽ അത് റിക്കളക്ട് ചെയ്യുന്നത് അവരുടെ ബന്ധം കുറേ കൂടി കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതിലെ മോശമായ ബന്ധങ്ങളുള്ളത് നമ്മൾ റീകോൾ ചെയ്യാണ്ടിരിക്കുക ഭേദം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിനെല്ലാം പുറമേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സാറ് പറഞ്ഞ ഗൈഡ് ലൈൻസ് ഒക്കെ പരസ്പരം അംഗീകരിച്ചില്ല എങ്കിൽ ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. അവിടെ തുടങ്ങി പ്രശ്നം. മനസ്സിലാവുക, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ വേണ്ടപ്പെട്ടവള് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവൻ എൻ്റെ കുറ്റം മറ്റൊരാളോട് പറഞ്ഞിരിക്കും, അകൽച്ച കൂടുന്ന ഒരു ഘടകമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ഇപ്പൊ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വന്നതായ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ് പരിഹരിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കാതിരിക്കുമ്പോഴാണ് ഭാര്യ മറ്റൊരാളോട് പറയുന്നത്. നേരെ തിരിച്ചു. അതുപോലെ തന്നെ ഭർത്താവിന്റെ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പരിഹരിച്ചു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും അടുത്ത് വേണ്ടപ്പെട്ടവരോട് പറയും. അത് വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നത് സാധാരണയായിട്ട് പെൺകുട്ടികളാണെങ്കിൽ അവരുടെ അമ്മയോടായിരിക്കും പറയുന്നത്, ആൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അവരാരോടായിരിക്കും പറയുന്നത്. അപ്പൊ അത് വീണ്ടും ഈ ബന്ധങ്ങൾ മോശമാകുന്നതിന് പരിഹരിക്കും. സാറ് പറഞ്ഞു ഈ ഗൈഡ് ലൈൻസ് കഴിയുന്നതും പരസ്പരം പരിഹരിക്കാനുള്ള ആ ഒരു ഇത് ഇല്ലാതെ വന്നാൽ പ്രശ്നങ്ങളാവും. അപ്പൊ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ കറക്റ്റ് തന്നെ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക, അല്ലാണ്ട് വേറൊരാൾ ഉപദേശം കൊടുത്ത് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഞാൻ. പിന്നെ വേണമെങ്കിൽ ഇതിന് പറ്റിയ എക്സാമ്പിൾസ് അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ദമ്പതികളിൽ വന്നേക്കണത് വേണമെങ്കിൽ നമ്മളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഇങ്ങനൊരു സംഭവം ഒക്കെ ഉണ്ടായി, അത് ഇന്നതുപോലെ ആയിരുന്നു, അവസാനം അവരിങ്ങനെ പരിഹരിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇന്നതുപോലെ വേണമെന്ന് പറഞ്ഞത് നമുക്ക് കൊടുക്കാൻ പാടാണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. എനിവേ ഒരു ഈ പറഞ്ഞ മാതൃകാ ദമ്പതികളായി ജീവിക്കുന്നതിനുള്ള ഘടകങ്ങൾ വളരെ ഒന്ന് അനലൈസ് ചെയ്യുന്നതും അത് സ്വന്തം ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുന്നതും എല്ലാം ഭാവി ജീവിതത്തിലെ കുടുംബജീവിതം സന്തോഷകരമാക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ്. അവതരിപ്പിച്ച വിജയരാജൻ സാറിന് വളരെയധികം അഭിനന്ദനം. താങ്ക് യു. സാറ് പറയുന്നത് ശരി തന്നെയാണ്. കൗൺസിലിങ്ങിന് അല്ല, കൗൺസിലിങ്ങിന് നമ്മൾ വേറെ രീതികളൊക്കെ അങ്ങനെയൊക്കെ പോകണ്ടല്ലോ. ഇപ്പൊ സത്യത്തില് ഈ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുള്ള ആ ഘട്ടങ്ങള്, ബന്ധങ്ങളുടെ ഘട്ടങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൗൺസിലിങ്ങിന് ഉപയോഗിക്കാം. നമുക്ക് സംസാരിക്കുമ്പോ നമ്മൾ ക്ലയന്റിനായിട്ട് സംസാരിക്കുമ്പോ ഏത് ഘട്ടത്തിലാണ് ഇവരെത്തി നിൽക്കുന്നത്, ഇവർക്ക് എന്തിന്റെ പോരായ്മകൾ ഉണ്ടാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ വ്യക്തമായിട്ട്, അതായത് പിരിയുന്ന 10 ഘട്ടങ്ങളുണ്ട്, 10 സ്റ്റേജുകളുണ്ട്. 10 സ്റ്റേജുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഉപയോഗിക്കാൻ കൗൺസിലിങ്ങിന് പറ്റും. മറ്റ് എന്ന് പറഞ്ഞ് ഇതെല്ലാം ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഐഡിയൽ ആയിട്ടുള്ള കാര്യം മാതൃകാ ദാമ്പത്യം ഐഡിയൽ ആയിട്ട് ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നവരുണ്ടാവാൻ സാധ്യതയില്ല. നേരത്തെ പറഞ്ഞു മാതൃകാ ദമ്പതികളില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞു അല്ലെ. അത് തന്നെയാണ് സത്യം. അങ്ങനെ ഇപ്പോ ഇത് ഇങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല. പെർഫെക്ഷൻ പക്ഷെ ഇങ്ങനെ വേണം എന്ന് ഒരു കാര്യമുണ്ട്. കുട്ടികളെ നന്നായി വളർത്തുക എന്ന് പറയുന്നിടത്ത് മാതൃകാ ദമ്പതികൾക്ക് വളരെയധികം റോളുണ്ട്. ഒരു കുടുംബജീവിതം എന്താണ് എന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത് സ്വന്തം അപ്പന്റെയും അമ്മയുടെയും കുടുംബജീവിതം കണ്ടാണ്. അല്ലാതെ സിനിമ കണ്ടാലോ സീരിയൽ കണ്ടാലോ ഒന്നും പഠിക്കത്തില്ല. അതൊക്കെ ഓരോരുത്തരും സംവിധാനം ചെയ്ത് പറഞ്ഞ് പറയിപ്പിച്ച് ആളെ പ്ലീസ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ അത് മാതൃകാ ദമ്പതികളുടെ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ്. ഒരു നല്ല കുടുംബജീവിതം കാണുവാനും നല്ല ഒരു കുടുംബജീവിതം നയിക്കാനൊക്കെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാർ അവസാനം പറഞ്ഞല്ലോ കുട്ടികളുടെ ഇത്, അത് വളരെ പ്രധാനപ്പെട്ട, ഇതിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഭൂതകാല കാര്യങ്ങൾ, ഭൂതകാല ജീവിതം തുറന്ന് സംസാരിക്കുക എന്നതിൽ ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അത് ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം. പക്ഷെ അതൊരു ബോണ്ടിങ് ഉള്ള അവസ്ഥയിൽ, ഇന്റിമസി ഉള്ള അവസ്ഥയിൽ മാത്രമേ ചെയ്യാവുള്ളൂ. പക്ഷെ ബോണ്ടിങ്ങും ഇന്റിമസി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട്, അല്ലെങ്കിൽ ഈ ബോണ്ടിങ്ങും ഇന്റിമസിയും തകരാനും സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമ്മളത് അതാണ് ആലോചിക്കേണ്ടത്. ആ അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ അത് തിരിച്ചറിയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. സാറ് പറഞ്ഞു ഇതൊക്കെ
സാർ പറഞ്ഞ് വളരെ വ്യക്തമാണ്. ഇത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇതേ രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. നമ്മളെ തന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെ മനസ്സിലാക്കുക, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ഉയർന്ന അവസ്ഥ തന്നെയാണ്. അങ്ങനത്തെ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് ഇതിനൊക്കെ പറ്റുള്ളൂ. ശരിയാണ് സാർ. ഓക്കെ, ദെൻ അനിൽകുമാർ സാർ കേൾക്കാമോ? ജോഷി സാർ, ജോർജ് സാർ. സാറേ, പറയൂ സാർ. സാബു സാറ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു പോയിന്റ്, നമ്മൾ എല്ലാ തരത്തിലും ചേരുന്നവരായിരിക്കണം. പിന്നെ നമ്മൾ ഈ കൺസേൺ ഫോർ അതേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാക്കിനകത്ത് എല്ലാം തീരുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേണം. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിജയൻ സാർ ഇവിടെ പറഞ്ഞു. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും വരികയില്ല. ഫാർ ഫ്രം റിയാലിറ്റിയാണ്. നമ്മളെല്ലാം ഇതുപോലെ തകരാറ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. നമ്മളതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, നാളെ പണ്ടൊരു പേപ്പറിൽ വായിച്ചിരുന്ന പോലെ 100 വയസ്സിന് മേലായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് വെച്ചാൽ, ഒരു പ്രശ്നമുള്ളപ്പോൾ ആ പ്രശ്ന സമയത്ത് അവർ കൂടുതൽ സംസാരിക്കാതെ ആ ഭാഗത്ത് നിന്ന് അവർ ഒളിച്ചുവിടും. ഭർത്താവ് എപ്പോഴും ആ സമയമാകുമ്പോൾ ആ വീട് വിട്ടങ്ങ് പോകും. കാര്യങ്ങളൊക്കെ തണുത്തതിന് ശേഷമാണ് പിന്നെ വീട്ടിൽ വന്ന് അവര് പിന്നെ ലോകപ്പെടുന്നത്. നമ്മൾ ഉടനെ തന്നെ അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതും വിജയിക്കുകയില്ല. അപ്പൊ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ ഒരു വന്നത്തെ പറഞ്ഞ ആ വാക്ക്. ഭർത്താവ് ഇങ്ങനെയുള്ള പ്രശ്നം വന്ന് വീട് വിട്ടങ്ങ് ഇറങ്ങുക, കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വരിക. പിന്നെ സാറ് പറഞ്ഞ പോയിന്റ് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംഭാഷണം വേണം. നമ്മൾ അത് തന്നെയല്ല, നമ്മുടെ മാതാപിതാക്കളോടും നമുക്ക് വേണ്ടപ്പെട്ടവരോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധം വേണം. ഭാര്യ ഭർത്താവിന്റെ കുടുംബക്കാരും ഭർത്താവ് ഭാര്യയുടെ കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ നിസ്സാര കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് തന്നെ അത് പരിഹരിക്കും. നമ്മുടെ വീട്ടു പ്രശ്നങ്ങൾ അത് മറ്റുള്ളവർക്ക് വെളിയിൽ കൂടുതലും പറഞ്ഞ് അത് വഷളാക്കാതിരിക്കുക. സാധാരണ ഇവിടെ പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരിയോട് പറഞ്ഞ്, കൂട്ടുകാരുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് അവരെല്ലാവരും കൂടെ വന്ന് പിന്നെയും അത് വേറൊരു തരത്തിലായി പോകും. കഴിവത് അവിടെ തന്നെ ഒതുക്കാൻ തീരും. നമ്മളതുപോലെ തന്നെ വേറൊരു സാറിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആത്മീയത. ക്രിസ്തീയ വകുപ്പിലാണെങ്കിൽ ഇങ്ങനെ പള്ളികളിലൊക്കെ ചെന്ന് ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അവിടുത്തെ പ്രീസ്റ്റ് അവരെ വിളിച്ച് അത് വേണ്ട വിധത്തിൽ അത് ആദ്യം പറഞ്ഞ് രമ്യതപ്പെടുത്താറുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് നല്ലൊരു കുടുംബം ഉണ്ടായാൽ, നല്ല വ്യക്തികളെ വാർത്തെടുത്താൽ ഈ ലോകത്ത് തന്നെ നമ്മുടെ സമൂഹം തന്നെ നല്ല രീതിയിൽ ഈ ഭീകരപ്രവർത്തനത്തിൽ പോലും പെടാത്ത ജനങ്ങൾ പോകാതിരിക്കും. ടെററിസം, ഭീകരപ്രവർത്തനങ്ങൾ, കൊലപാതക കേസുകൾ, ഇതൊക്കെ വരുന്നത് ആ കുടുംബത്തിന്റെ ഭാഗം വീഴ്ചയുണ്ടെങ്കിൽ അതും ഉണ്ടാകാം. അപ്പൊ നമ്മുടെ പിള്ളേരുടെ കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു? അപ്പോൾ ആ മാതാപിതാക്കളെ പോലെ തന്നെ പണ്ട് കാലത്തെ നല്ല ശതമാനം ആൾക്കാർ മാതാപിതാക്കള് നല്ല കുടുംബജീവൻ നയിച്ച് അവർക്ക് നല്ല കുട്ടികളെ ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു. പിന്നെ രോഹിത് സാറും കൂടെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇതിന് ഞാൻ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് നടന്ന കാര്യങ്ങൾ ഭാര്യ ഭർത്താവിനോടും അവർ നേരെ തിരിഞ്ഞും ഭർത്താവ് ഭാര്യയോടും പറഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതവരുടെ മനസ്സിലിടുന്നുണ്ട്. അത് പിന്നെ ഒരു വലിയ പ്രശ്നമാകും. അതിന്റെ പേരിലും ഡിവോഴ്സ് വന്ന കേസുകളും ഉണ്ട്. പക്ഷെ അത് പ്രത്യേകിച്ച് അങ്ങനെ പറയുകയില്ല. അത് കഴിവതും പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ പ്രായമുള്ള സ്ത്രീക്കും പുരുഷനും അറിയാം. അത് കഴിവതും പറയാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. നമ്മളിപ്പം കുറെ വിദ്യാഭ്യാസമായി ഇതുപോലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറച്ച് അറിവുകളൊക്കെ നേടി ആ ആളുകളൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളുമായിരിക്കും. പക്ഷെ ഈ പാളിച്ച അത് മറ്റൊരാൾ സഹിക്കണമെന്നില്ല. മനുഷ്യന് ഉള്ള സഹജമായിട്ടുള്ള ഒരു കുഴപ്പമൊക്കെ ഉണ്ടല്ലോ. അത് കഴിവതും ഞാനെപ്പോഴും പറയട്ടെ, ഒത്തിരി കേസ് ഇങ്ങനെ ഡിവോഴ്സ് കേസുകൾ അറിയാം. വേറെ ഇവിടെ ഞാനൊരു കെട്ടാൻ പോകുന്ന പെണ്ണ് ഇങ്ങനെ ചില കേസുകളൊക്കെ ഉണ്ട്. ആ നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് അവിടെ വലിയ മടുപ്പ് വരുന്നു. അത് കെട്ടിയാൽ ശരിയാകുകയില്ല എന്നും പറഞ്ഞ് അവൻ മാറിപ്പോകും. അപ്പൊ അത് വിവാഹം കഴിച്ചതിന് ശേഷമായാലും അതൊരു പ്രശ്നത്തിലായി പോകും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുക, ബാക്കി കാര്യങ്ങൾ ആഴത്തിൽ പോയി പറയാതെ ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ അത്രമാത്രം സ്നേഹം ഉണ്ടേ പറയും. കഴിവതും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇതെല്ലാവരും കേൾക്കേണ്ടതാണ്. അവരെല്ലാവരും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ അവർ ഓർമ്മയിൽ വരും. അത് അവരുടെ കുടുംബജീവിതത്തിന് വളരെ നല്ലതായിരിക്കും. എന്തായാലും നല്ല വ്യക്തികളെ വാർത്തെടുക്കുക അത് കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു മനുഷ്യന്റെ എർജ് എന്ന് പറഞ്ഞ ഒരു സാധനം, സെക്സ്വൽ എർജ്, അത് വളരെയധികം സാറ്റിസ്ഫൈ ആയിട്ട് തന്നെ മുമ്പോട്ട് പോയാൽ ആ കുടുംബം ഭദ്രമാകുകയും ചെയ്യും, പരിഹരിച്ചു വരികയും ചെയ്യും. സാർ എന്തായാലും നല്ല
അടിപൊളി ക്ലാസ് ആയിരുന്നു. എല്ലാ ആശംസകളും എല്ലാ വിജയങ്ങളും നേരുന്നു. ഓക്കെ, ഓവർ ടു സാബു സാർ. സാറിന്റെ ഒറ്റ വാചകത്തിൽ തന്നെ എല്ലാ അർത്ഥങ്ങളും വന്നിട്ടുമുണ്ട്. ഓക്കെ, നന്ദി 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 സാർ. സാർ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ശരിയായ കാര്യം തന്നെയാണ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ജോഷി സാർ. ഓക്കെ, വിജയരാമൻ സാറിന്റെ ഈ വിഷയത്തിലെ ഇന്നത്തെ ക്ലാസ്സും തീർച്ചയായിട്ടും പ്രയോജനപ്രദമാണ്. സാറിന്റെ ക്ലാസ്സും അതിനെ തുടർന്ന് ഇപ്പോൾ ആളുകൾ അഭിപ്രായ പ്രകടനങ്ങൾ കൂടി ആയപ്പോൾ അത് കൂടുതൽ പൂർണ്ണമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബജീവിത വിജയം എന്ന് പറയുന്നത് വലിയൊരു പങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഇതൊരു ഭാഗ്യവും ദൈവാനുഗ്രഹവുമാണ്. ഇതിലേക്ക് നയിക്കപ്പെടുന്നത് മാനസികാരോഗ്യമുള്ള രണ്ടാളുകൾ തമ്മിലാണ് ചേർക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കും. മാനസികാരോഗ്യം മെച്ചപ്പെട്ടതല്ല എങ്കിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുറന്ന പറച്ചിലിനെ കുറിച്ചും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് തുറന്ന പറച്ചിൽ ചില അവസരത്തിലെങ്കിലും, അല്ലെങ്കിൽ ചില മുമ്പ് പറഞ്ഞ ഞാൻ സൂചിപ്പിച്ച ഈ മാനസികാരോഗ്യം ഇല്ലാത്ത അവസ്ഥയിൽപ്പെട്ടവരാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്, അതിനെ ഉൾക്കൊള്ളുന്ന രീതി അനുസരിച്ച്. മോശം കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ തുറന്നു പറഞ്ഞ് നല്ല കാര്യങ്ങളിലും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. ചില കാര്യങ്ങൾ എനിക്ക് അത് ചിലയിടങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ അഭിപ്രായവും കൂടി രേഖപ്പെടുത്താനുള്ളത്, വഴക്ക് എന്ന് പറഞ്ഞ് സാറ് ഉപയോഗിച്ച ആ പദപ്രയോഗത്തിൽ അതിന് പകരം അഭിപ്രായ വ്യത്യാസം എന്നതായിരിക്കും കുറെ കൂടി യുക്തമെന്ന് എനിക്ക് തോന്നുന്നു. വഴക്ക് ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല, മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ അകത്ത് അപകടം ദർശിക്കേണ്ടതില്ല. അതുകൊണ്ട് വഴക്ക് എന്ന ഭാഗത്തിന് പകരം അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നതല്ലേ കൂടുതൽ നല്ലതെന്നുള്ള ഒരു ചിന്തയോടെ ഞാൻ എൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നിർത്തുന്നു. എല്ലാവിധ മംഗളങ്ങളും നന്മകളും നേരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, കേരള പശ്ചാത്തലത്തിൽ മാതൃകാ കുടുംബങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകപ്പെടുന്നത് എന്നുള്ളതിൻ്റെ പഠനങ്ങൾ കൂടെ നടത്തുന്നത് നന്നായിരിക്കും. അങ്ങനെ കണ്ട കുടുംബങ്ങൾ എന്താണെന്ന് കൂടെ പറയുന്നത് നമ്മുടെ പശ്ചാത്തലത്തിൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. താങ്ക് യു. സാറ് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ കാര്യം, റോയ് സാറ് പറഞ്ഞിട്ടുള്ള ഇത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് പറയാൻ പാടില്ല എന്നുള്ളത്, ചില കാര്യങ്ങൾ പറയാനുണ്ടാത്തത് പറയാതിരിക്കുക തന്നെ വേണമെന്നുള്ളത്. അത് ഞാൻ തുടക്കത്തില് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണ്ടിങ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ആയുള്ള അവസ്ഥയിലാണ്, അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ തന്നെ അത്തരം അവസ്ഥയിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ഞാൻ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി തന്നെയാണ്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം സാർ പറഞ്ഞു വഴക്ക് എന്നുള്ള കാര്യം പറയാൻ. നമ്മള് ചർച്ച ചെയ്തത് കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ്. ഈ കോൺഫ്ലിക്റ്റുകൾ സാധാരണമാണെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഈ കോൺഫ്ലിക്റ്റുകളുടെ തുടക്കം അഭിപ്രായ വ്യത്യാസം. അഭിപ്രായ വ്യത്യാസം അപ്പം തന്നെ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, വളരെ നല്ലത്. ഞാൻ പറയുന്നു സാർ, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിങ്ങനെ പുരോഗമിക്കാനും സാധ്യതയുണ്ട്. മനുഷ്യരാണ്, വ്യത്യസ്ത വ്യക്തിത്വമുള്ള, അതായത് വേറൊന്ന് പറയുകയാണെങ്കിൽ പുരുഷനും സ്ത്രീയാണ്, അവിടെയും വ്യത്യാസമാണ്, ഭയങ്കര വലിയ വ്യത്യാസങ്ങളാണ്. ഒരാൾ പുരുഷനാണ്, മറ്റൊരാൾ സ്ത്രീയാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണല്ലോ ഇപ്പൊ ദാമ്പത്യ ബന്ധമാണ് ബന്ധങ്ങളിലെ ഏറ്റവും വലിയ രാജാവ് എന്ന് പറയുന്നത്. അതിന് കാരണം ഇതാണ്. അപ്പൊ ഇത് സംഘർഷം, അതായത് വഴക്ക്, അല്ലെ, കോൺഫ്ലിക്റ്റ്, ഇതും സാധാരണമാണെന്ന് തന്നെ ഞാൻ പറയാം. ഉണ്ടെങ്കിൽ അതും പരിഹരിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ദൃഢമാകണം എന്ന് പറയുന്നത്. വിവാഹത്തെ കുറിച്ചൊരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് ഏറ്റവും നല്ല രണ്ട് വ്യക്തികളെ ഏറ്റവും വൃത്തികെട്ട ചെകുത്താന്മാരും യക്ഷികളും ആക്കുന്ന
റിഫ്ലക്ട് ചെയ്യാവുന്ന ഒരു വീക്ഷണത്തില്. മറ്റൊരു വീക്ഷണത്തില് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പില്, അതായത് മനുഷ്യനും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിൽ PhD നൽകുന്ന ഒരു ഇടപാടുമാണ് വിവാഹം. ഇത് രണ്ടും ഒരേ വ്യക്തിയാണ് പറഞ്ഞിട്ടുള്ളത്, ഒരേ ഒരു മനഃശാസ്ത്രജ്ഞനെ പറഞ്ഞിട്ടുള്ളത്. വിവാഹത്തിന് അങ്ങനെ രണ്ട് വശം വ്യക്തമായിട്ടുണ്ട്. ദാമ്പത്യ ബന്ധത്തിന് അങ്ങനെ രണ്ട് തീക്ഷ്ണമായ വശം വ്യക്തമായിട്ടുണ്ട്. അപ്പൊ വഴക്കുകൾ ഉണ്ടാവരുത്, ഉണ്ടാവാത്ത ബന്ധമാണ് ഐഡിയൽ ബന്ധം എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. സാർ നല്ല പ്രതികരണമായിരുന്നു സാർ. ഹലോ, പറഞ്ഞോളൂ സാറ് ക്ലാസ് ഒക്കെ ഒത്തിരി നന്നായിരുന്നു, ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിരുന്നു. സാറ് പറഞ്ഞതിനോടൊന്ന് ആഡ് ചെയ്യാനായിട്ട്, ഈ ഓപ്പണിങ് നല്ലതായിരിക്കുന്ന ചില സന്ദർഭമുണ്ട്, ചില പ്രത്യേക വിഷയങ്ങളും ഉണ്ടാകും. പക്ഷെ ഞാൻ പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്, നമ്മൾ ഒരാളിനോട് സംസാരിക്കുമ്പോൾ മിനിമം 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഞാൻ ഈ പറയുന്നത് കൊണ്ട് കേൾക്കുന്ന ആളിന് എന്തെങ്കിലും പ്രയോജനമുണ്ട്. 2, പറയുന്ന എനിക്കെന്തെങ്കിലും അതുകൊണ്ട് പോസിറ്റീവായ ബെനിഫിറ്റ് കിട്ടും. 3, ഞാൻ ആരെക്കുറിച്ച് പറയുന്നു ആ വ്യക്തിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്. ഇപ്പം പങ്കാളിയുടെ എന്തെങ്കിലും ഒരു വീഴ്ച ചിലപ്പോൾ വർഷങ്ങൾക്കപ്പുറം നടന്നതായിരിക്കാം. അത് ഇപ്പം നമ്മൾ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ പറയാം. ആക്ച്വലി അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ചില ഭർത്താക്കന്മാരിപ്പോ ഈ ഇന്റിമേഷൻ ബോണ്ട് കൂടിയിരിക്കുന്ന സമയത്തൊക്കെ ഓപ്പൺ ചെയ്തതിലും ഒരു ചെറിയ വിഷയത്തിൽ പൊട്ടിത്തെറി വരുമ്പോൾ ഇത് മുഴുവൻ പുറത്തു വരും. അന്ന് നീ പണ്ട് പറഞ്ഞല്ലേ, അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നൊരു സംശയം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണെങ്കിലും നമ്മളിപ്പോ ഈ മൊബൈലും മറ്റേ TV, മറ്റ് ഈ സോഷ്യൽ മീഡിയാസിൽ കൂടുതൽ സമയം ചെലവിടുന്നതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്നവരോട് വേണ്ടതുപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പല ആളുകൾക്കും ഉള്ളില് ഈ വേദനയെ അടക്കി ഇതും കണ്ടുകൊണ്ടിരുന്ന ഒരു വിഷയം വരുമ്പോൾ ഉടനെ ഹൈപ്പർ ആക്റ്റീവായിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ദമ്പതിമാർക്കിടയിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ മൊബൈലോ TV-യോ മറ്റ് സോഷ്യൽ മീഡിയാസൊക്കെ മാറ്റി വെച്ചേച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഒന്നിച്ച് സംസാരിക്കാനും അത് ഷെയർ ചെയ്യാനും ഉള്ള സമയമായിട്ട് തന്നെ ഈ ഒരു തലമുറയിൽ, പ്രത്യേകിച്ച് പക്വതയുള്ള പേരൻസ് എങ്കിലും ചെയ്തില്ലെങ്കിൽ പിള്ളേർ ഇതിന് ഓൾറെഡി അഡിക്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കപ്പെടേണ്ടതില്ലേ എന്നൊരു സംശയം. ഈ 2 കാര്യങ്ങളെ പറയാനുള്ളൂ സാർ. ഓക്കെ, ശരിയാണ് സാർ. സാർ വളരെ വ്യക്തമായിട്ട് ശരിയായ കാര്യമാണ്. ക്വാളിറ്റി അവേഴ്സ് ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് ചെലവഴിക്കുന്നത് എല്ലാം മാറ്റി വെച്ചിട്ട്, എല്ലാ നവമാധ്യമങ്ങളും എല്ലാ ഗാഡ്ഗറ്റ്സും ഒക്കെ മാറ്റി വെച്ചിട്ട് ക്വാളിറ്റി അവേഴ്സ് എത്രത്തോളം ഉണ്ടാവുന്നോ അത്രയും നല്ലതാണ്. ആശയവിനിമയം വളരെ വളരെ നന്നായിട്ട്, ആശയവിനിമയത്തിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത് സാർ. അതായത് ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, പറയുമ്പോ തന്നെ ഞാൻ സംശയത്തോടു കൂടിയാണ് പറഞ്ഞത്. ആശയവിനിമയത്തിന്റെ ശാസ്ത്രജ്ഞൻ, പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു സ്റ്റേജുകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട്, ബോണ്ടിങ് സ്റ്റേജിൽ, അതായത് ഏറ്റവും നല്ല സ്റ്റേജ് ബന്ധങ്ങൾ, 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെത്, ഏത് ബന്ധമായാലും, സൗഹൃദ ബന്ധമായാലും ദാമ്പത്യ ബന്ധമായാലും ഗുരു ശിഷ്യ ബന്ധം, ഇതൊക്കെ ആയാലും അതൊക്കെ ഈ സ്റ്റേജിലോട്ട് പോകുന്നത് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്, തെളിവോട് കൂടിയിട്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ ബോണ്ടിങ് സ്റ്റേജിൽ എത്തിയ അവസ്ഥയിൽ മാത്രം, അപ്പൊ അതില് ആശയവിനിമയം സാറിന് അറിയാമല്ലോ അല്ലെ. ഇപ്പൊ അച്ഛനറിയാമല്ലോ, അച്ഛനെങ്കിൽ ഇപ്പൊ നോൺ വെർബൽസ്, മനസ്സിന്റെ അകത്ത് അങ്ങനെ ഒരു മറച്ചു വെച്ച കാര്യമുണ്ട്, ഈ ജോഹാരി വിൻഡോ അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആശയവിനിമയം ക്ലിയർ ആയിട്ട് വരില്ല. ആ രീതിയിലുള്ള ഉന്നത തലത്തില് ഉള്ള ഒരു കാര്യം തന്നെയാണത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ എല്ലാ സമയത്തും ആ ഒരു ഘട്ടത്തിലെത്തി താഴ്ന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. അപ്പൊ എല്ലാം നേരെ തകിട പറയും. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. പറയാൻ കഴിയുമെങ്കിൽ, അങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റുന്ന ബന്ധമാണെങ്കിൽ അതാണ് ഇന്റിമേറ്റ് ബന്ധം എന്ന് പറയാനാണ് ഞാൻ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. അത് പറഞ്ഞോളൂ സാർ. വാദിക്കുമല്ല, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ യൂറോപ്യൻ സൈക്കോളജിസ്റ്റുകള് അവരുടെ നാട്ടിലെ പശ്ചാത്തലം അനുസരിച്ചാണ്
ആ വിഷയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിലെ ആ രീതി അങ്ങനല്ല. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഗതി, ഒരു 50 കൊല്ലം മുമ്പ് 50 കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളം പേരായിരുന്നു, മക്കളും ആയിട്ട്. ആ പശ്ചാത്തലത്തില് അതിൻ്റെ ചെറിയ അംശം നമുക്ക് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിൽ ചില കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചില ധാരണകൾ ആ രീതിയിൽ നിൽക്കുന്നു. നമ്മുടെയൊക്കെ അതിലേക്ക് വന്നപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, വീട്ടിലെ 1-2 പേരായി. ഇനി ഇത് അടുത്തതിലേക്ക് വരുന്നത്, ഈ ഉള്ള പിള്ളേരും കൂടെ ഇവിടുന്ന് നാട് കടന്നിട്ട് കുറെ വല്യപ്പനും വല്യമ്മയുമായിട്ട് അല്ലെങ്കിൽ പ്രായം ചെന്നവര് മാത്രമാകുന്ന മറ്റൊരു ജനറേഷൻ ഇവിടെ വരുന്നു. ഈ 3 ടൈപ്പിലും വലിയ മനഃശാസ്ത്രപരമായ വ്യതിയാനങ്ങൾ കുടുംബജീവിതത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊരു പഠനത്തിന് വിഷയമാകേണ്ടതുണ്ട്. ശരിയാണ്, ഈ വെസ്റ്റേൺ സൈക്കോളജിസ്റ്റുകൾ അവരുടെ ഇടയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അത് വേറെ രീതിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടുംപുറ ചിന്തകൾ മറ്റൊന്നായതുകൊണ്ട് ഇതിലെ ചില കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ അല്ലാതായി തീരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത എന്നെ ശക്തമായി തന്നെ ഭരിക്കുന്നതാണ്. എന്നുള്ളതാണ് ഞാൻ ഇതെല്ലാം പറയാൻ എൻ്റെ ഈ വാദം പറയാനുള്ള കാരണം. ഓക്കെ, നമ്മുടേത് ഒരു വളരെ വ്യത്യസ്തത തന്നെയാണ്, ബഹുസ്വരതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സർവറിന് വളരെ വ്യക്തമാണ്, പല ഇത് ശാസ്ത്രമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിന് തെളിവോട് കൂടിയിട്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാഗത്തുള്ള ഇതിപ്പോ നമ്മുടെ ഭാഗത്ത് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് ബന്ധങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ലിക്കബിൾ ആണ്. സ്റ്റേജുകൾ, സ്നാപ്പ് പറഞ്ഞുള്ള സ്റ്റേജുകൾ ഇവിടെ അപ്ലിക്കബിൾ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാ ബന്ധങ്ങളും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് നമ്മുടേതായിട്ടുള്ള ബന്ധപ്പെടുത്തി എടുക്കാൻ നമ്മളിതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവര് പറഞ്ഞതും ശാസ്ത്രാർത്ഥ്യമാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. കാരണം ശാസ്ത്രമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യം അതൊക്കെ തന്നെയുള്ളൂ. നമുക്ക് തെളിവോട് കൂടിയിട്ട് മുന്നോട്ട് വരണമല്ലോ. അപ്പൊ ശാസ്ത്രാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെതിരെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം തള്ളിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും അടിസ്ഥാനമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള ശ്രമം ഇപ്പൊ ഇന്ത്യയിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഇഗ്നോന്റെ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ എല്ലാ റെഫറൻസിലാണ് ഞാൻ എല്ലാം പറയുന്നത്. ഒരിക്കലും എന്റേതായിട്ട് ഒന്നും ഇതിലില്ല. ഞാൻ പറഞ്ഞത് ഒന്നും എന്റേതായിട്ടില്ല. ഇഗ്നോന്റെ ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നും തെറ്റായിട്ട് കാര്യം ശാസ്ത്രീയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതാണ് സാറ് പറഞ്ഞത്, നല്ലൊരു പോയിന്റ് ആണ്. നമ്മളിങ്ങനെ ആക്കി എടുക്കണം നമുക്ക് കാര്യങ്ങൾ. അതിന് നമ്മുടെ യുവാക്കളായിട്ടുള്ള നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാര്, ഫാമിലി തെറാപ്പിസ്റ്റുകൾ, കൗൺസിലർമാരെല്ലാം രംഗത്ത് വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സാറേ നമസ്കാരം. പറഞ്ഞു. ജോഷി സാറ് പറഞ്ഞ പോലെ കേരളത്തിൽ ഇപ്പം മിക്ക വീടുകളും വൃദ്ധസദനങ്ങൾ, അതായത് അച്ഛനമ്മയും മാത്രം ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. അത് പറയുമ്പം പിന്നെ പരസ്പരം നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ആശയവിനിമയം നടത്തുന്ന, ഇഷ്ടാനിഷ്ടങ്ങൾ കൈമാറുന്നവര് നല്ല മാതൃക ദമ്പതികളാണ്. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് വഴക്കുണ്ടാവുക. വഴക്കെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളിപ്പം ഒരു കുടുംബത്തില് ഒരു കുട്ടികളും ഭാര്യ ഭർത്താവ് ജീവിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും വഴക്ക് കൂടിയിട്ട് അന്നേരം തന്നെ ശരിയാവണത്. അല്ലാതെ ആ വഴക്ക് കൂടിയിട്ട് പിന്നെ കുറെ ദിവസങ്ങളോളം മിണ്ടാണ്ടിരിക്കുന്നല്ല. അത് എന്തിനാണ് വഴക്ക് കൂടിയത്, സോറി പറയേണ്ട അടുത്ത് സോറി പറയാ, കുറ്റം സമ്മതിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പരിഹാരം ഉണ്ടാകണം. പിന്നെ പഴയ കാര്യങ്ങൾ സാറ് പറഞ്ഞില്ലേ, പഴയ കാര്യങ്ങൾ ഏറ്റു പറയണം എന്നുള്ള രീതിയിൽ പണ്ടൊക്കെ പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അമ്പലത്തിൽ പോകുമ്പം അവൻ എന്നെ നോക്കിയിരുന്നു, അവൻ എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ചെറിയൊരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നുള്ള രീതിയിൽ അത് ചിലപ്പോ പുറത്തേക്കാം. പക്ഷെ ഇപ്പം യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്നേഹത്തിനിടയിൽ വരുമ്പം ഇന്ന പോലെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പയ്യനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ
വഷളാവേ ചെയ്യുള്ളൂ. കാരണം അത് പിന്നെ ഒരു ഡിവോഴ്സിലേക്ക് പോകില്ലേ എന്നുള്ള ഒരു സംശയം ഇല്ലായികല്ലേ എനിക്ക്. സാറ് മറുപടി പറഞ്ഞാൽ മതി. അതുപോലെ ഉത്തമ ചങ്ങാതിയാവണമെന്ന് പറഞ്ഞാൽ സാർ ഇപ്പം ജോലി ഭാരം 50% അത് നല്ല കാര്യമാണ്. കാരണം ഇവിടെ എനിക്കിപ്പം കുമാരേട്ടൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് എപ്പോഴും കിട്ടാറുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ഒരാൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കണം, അവർക്ക് ഇന്ന് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അവർ ജോലിയൊന്നും ചെയ്യണ്ട എന്നുള്ളത് മനസ്സിലാക്കി റെസ്റ്റ് എടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ ലൈംഗികത, അതിലിപ്പോ രണ്ടുപേർക്കും താല്പര്യമുള്ള പക്ഷം മാത്രം, അല്ലാതെ ഉള്ളത് അത് അധികാളും അത് മനസ്സിലാക്കല്ല. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നമ്മളെ സംഭാഷണ മധ്യേ വരുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അത് ഒക്കെ മുതലാവും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചോളം അതിൽ വേറൊരു പ്രശ്നമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചോളം കുറച്ച് പ്രായമായവര് ഇതിന് താല്പര്യം ഇല്ലാത്തവരുണ്ടാവും, പക്ഷെ പുരുഷന്മാരങ്ങനെയല്ല. അപ്പൊ അതിൻ്റെതായിട്ട് കേരളത്തിൽ ഇപ്പം പുറത്തുള്ള കൺട്രിയിലൊന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിൽ ഇപ്പൊ 2 റൂമിൽ കിടക്കുന്ന ദമ്പതികളുണ്ട്. അത് ശരിയല്ല സാറേ. കാരണം എത്ര പ്രായമായാലും നമ്മുടെ ബെഡ്റൂം പങ്കുവെക്കൽ ഒരേപോലെ ആയിരിക്കണം. അവിടെ നിന്നാണ് നമുക്ക് ഒന്ന് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുക. പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് ചിലപ്പോൾ കുറച്ച് നല്ലതാണെങ്കിൽ ഓക്കെ നന്നായിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ സമ്മാനം കിട്ടിയാല് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു സമ്മാനം കൊടുത്താൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. പിന്നെ മറ്റുള്ളൊരു മുമ്പില് ഭാര്യനോ ഭർത്താവിനോ കുറ്റപ്പെടുത്താതിരിക്കുക, അത് സാധാരണ ചെയ്യുന്നതാണ്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പരസ്പരം അത് സംസാരിക്കുക. ഇന്ന പോലെ ഒരു സഹായം ചോദിച്ചിട്ടുണ്ട്, നമുക്കത് കൊടുത്തൂടെ എന്നുള്ള പരസ്പരം ചർച്ച ചെയ്തിട്ട് മാത്രം കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടെ ടൂറൊക്കെ ആവാം എല്ലാരും കൂട്ടിയിട്ടൊക്കെ. വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ സമയം കിട്ടുമ്പോ ഒക്കെ അതിനുള്ള ഇതായി. പിന്നെ ഒരേ വീട്ടില് പിന്നെ മക്കള് ഒന്നിച്ച് നിൽക്കുമ്പം പിന്നെ അതായത് സ്നേഹത്തിന്റെ മെസ്സേജ് ആയിട്ടുള്ള ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എല്ലാം പറയും, നമ്മൾ പറയാറുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് പറയാം. പിന്നെ കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയണം സാറേ. കാരണം അച്ഛനും അമ്മയും കുട്ടികളോട്, അച്ഛനും അമ്മയും റോൾ മോഡൽ തന്നെ ആവണം, തുറന്നു പറയണം കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ എന്തോ പഠിക്കുമ്പോഴുള്ള പണത്തിന്റെ ബുദ്ധിമുട്ടെല്ലാം അവരെ മറച്ചു വെക്കുക, അങ്ങനെയുള്ള കാര്യമൊന്നും മറച്ചു വെക്കാതെ ഇന്ന പോലെയാണ് പഠിക്കുന്ന കാര്യത്തിൽ എന്തായാലും എല്ലാം തുറന്നു പറയണം എന്നുള്ള. പിന്നെ ഒന്നിനും മുൻവിധി ഉണ്ടായിക്കൂടെ സാറേ. കാരണം ഞാനിങ്ങനെ അങ്ങനെ പറയാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുള്ള രീതിയിൽ മുൻവിധി തീരെ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ സാറേ, വളരെ ഉപകാരമുള്ള ക്ലാസ് ആണ് ഇത്. ശരിക്കും യുവതലമുറ ഇങ്ങനെയുള്ളവരെ കേട്ടാൽ നല്ലതാ സാറേ. അത്ര അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടുന്നില്ല. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു. നന്ദി. അപ്പൊ മാം പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് പറയട്ടെ സാർ. മാം, ഈ വിവാഹം അത് ഒരു ചടങ്ങല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പരോക്ഷമായുള്ള ഒരു അവസ്ഥ തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത്. ദാമ്പത്യ ബന്ധം സമൂഹത്തിന്റെ പരോക്ഷമായ അവസ്ഥ നിർവചനത്തിന്റെ രീതിയിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ സമൂഹം എന്താണോ അതിനനുസരിച്ചാണ് ദാമ്പത്യ ബന്ധം ഉള്ളത്. മാം പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമാണ്. നേരത്തെ ജോഷി സാർ പറഞ്ഞത് വെസ്റ്റേൺ നിന്നിന്റെ അനുകരണമാണ്. ജോഷി സാറ് കുറച്ച് തീവ്രവാദത്തിന്റെ രീതിയിൽ ജോഷി സാർ പറഞ്ഞു. അപ്പോ പക്ഷെ മാം പറഞ്ഞത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദാമ്പത്യ ബന്ധം. ഇത് മനസ്സിലാക്കാതെ ഞാനീ പറഞ്ഞ പോലെ എല്ലാം തുറന്നു പറയാ, അത് ആകരുത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ബോണ്ടിങ് അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ട് ശേഷം പറയാതിരിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ വ്യക്തമാക്കിയിട്ട് വീണ്ടും ചെയ്യാണ്. പിന്നെ നല്ല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ദാമ്പത്യ ബന്ധം, നല്ല ദാമ്പത്യ ബന്ധം. മാം 2 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഒന്ന് കുടുംബത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം, ആദ്യത്തെ ഫോർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം അതിന്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് വി അഡ്ജസ്റ്റ്മെന്റ്, അതായത് നാം നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതില് ഇപ്പൊ കുടുംബം പുലർത്താനായിട്ട് നമ്മളെല്ലാം കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഭാര്യ ഭർത്താവും എല്ലാ സമയവും എല്ലാ ശ്രമങ്ങളും എല്ലാ എനർജി ചെലവഴിക്കുന്നതാണ് ആദ്യ അഡ്ജസ്റ്റ്മെന്റ്. പിന്നത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബി അഡ്ജസ്റ്റ്മെന്റ് അതിലേറെ രസകരമാണ്. പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും, ഇതാണ് ഇപ്പോ നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ നടക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക എന്നുള്ളത്, അതിനു വേണ്ടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണ് വേണ്ടത് എന്നിപ്പോ നമ്മൾ പലരും പറയാറുണ്ട്. നല്ല വിജയകരമല്ല. അതിനു വേണ്ടിയുള്ള ശ്രമം, അഡ്ജസ്റ്റ്മെന്റുകളാണ് നമുക്ക്
നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ യാഥാർത്ഥ്യം, നമ്മളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ തന്നെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നന്ദി മാം. ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് റെഫറൻസുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മാം പറഞ്ഞ കാര്യത്തിനോട് നല്ല കാര്യമാണ്. യൂട്യൂബ് ഇതുണ്ടല്ലോ, യൂട്യൂബ് പറഞ്ഞു. താങ്ക് യു സാർ, താങ്ക് യു. വിജയരാമൻ സാർ, പതിവ് പോലെ വളരെ ഉപകാരപ്രദം, സമൂഹത്തിന് പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ദമ്പതികൾക്ക് ഗുണകരമായ ഒരു ക്ലാസ്, ഒരു സംശയവും. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പലപ്പോഴും സൂചിപ്പിച്ചാല് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് ശാസ്ത്രമായി മാറുള്ളൂ എന്നുള്ള ഒരു ഗതികേട് ശാസ്ത്രത്തിനുണ്ട്. ഇപ്പൊ തന്നെ എത്രയോ അംഗീകരിക്കപ്പെട്ടതും ഉപകാരപ്പെടുന്നതും യാഥാർത്ഥ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നതുമായ ശാസ്ത്ര സത്യമാണേലും ഒരിക്കൽ കേട്ടു അംഗീകരിച്ചിട്ടില്ല, അത് വാലിഡല്ല എന്ന് പറയുന്ന ഒരു വിമർശന ആരോ പറഞ്ഞത് കേട്ടാ. അപ്പൊ ഞാനും ഓർത്തിടോ ഇത് വലിയൊരു പ്രശ്നമാണല്ലോ എന്ന്. അല്ല, അങ്ങനെ മാത്രമുള്ള ഒരു അളവുകോൽ കൊണ്ട് നമുക്ക് യാഥാർത്ഥ്യത്തെ തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ പൊരുത്തപ്പെടാത്ത ചില സന്ദർഭം പോലെ ഉണ്ട് എന്നെനിക്ക് തോന്നിപ്പോകും. പിന്നെ ഈ പരസ്പരം തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കലഹം വരുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വന്ന് അതിൻ്റെ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ പറയും 10-50 കൊല്ലം കൂടെ കഴിഞ്ഞവരും പറയും എന്നാലും എൻ്റെ മനുഷ്യ നിങ്ങൾ ഇങ്ങനെയുള്ളവനാണ് ഞാനിതുവരെ അറിഞ്ഞില്ല എന്നുള്ള പ്രയോഗം വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു യുഗം തരൂ നിന്നെ അറിയാൻ ഒരു നിമിഷം, അല്ല അങ്ങനെ ഉണ്ടല്ലോ ഒരു ജീവിതം തരൂ എന്നൊക്കെ പറഞ്ഞ് പാട്ടില്ലേ, അതിനേക്കാൾ കൂടുതൽ അപ്പുറത്താണ് മനസ്സിലാക്കുക എന്നുള്ള പ്രക്രിയ. ഈ ചങ്ങാതിയെ പങ്കാളിയെ മനസ്സിലാക്കാതെ എല്ലാം തുറന്നു പറയാൻ പോയാൽ ചിലപ്പോൾ വലിയ കുളമായി. ഈ 50-50 അഡ്ജസ്റ്റ്മെന്റ് ഞാനും പണ്ടൊക്കെ ഇങ്ങനെ കരുതിയിരുന്നു. അതൊക്കെ രണ്ടുപേരുടെയും തുല്യ ഉത്തരവാദിത്വമാണ്, ഒരേ ഉത്തരവാദിത്വമാണ്, അഡ്ജസ്റ്റ്മെന്റ് വേണം, എല്ലാം തുറന്നു പറയണം എന്നൊക്കെ. ഇപ്പൊ ഒക്കെ ഞാൻ നേരെ മറിച്ച് ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. നിങ്ങളുടെ പങ്കാളിയെ അറിഞ്ഞ് നിങ്ങൾ പ്രയോഗിക്കണം സംസാരം. എല്ലാം പറയണമെന്ന് ഇപ്പൊ പറയാറില്ല. കൗൺസിലിങ്ങിലായാലും അല്ലാത്ത സന്ദർഭത്തിലായാലും ആരോടും പറയാറില്ല. നിങ്ങളുടെ ചങ്ങാതിയെ അറിഞ്ഞിട്ട്, അതായത് മരത്തിനനുസരിച്ച് തളപ്പ് കെട്ടിയിട്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് പറയും പോലെ, നിങ്ങളുടെ ചങ്ങാതി ഓപ്പൺ ഡിസ്കഷന് പറ്റിയ ആളാണോ, ഇതുവരെയുള്ള അനുഭവം വെച്ച് നിങ്ങൾ വിലയിരുത്തിയോ, എങ്കിൽ തുടങ്ങാം. ഇരുവരും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ്. ആർക്കാണോ കൂടുതൽ വിവേകവും വിവരവും ഉള്ളത്, വിദ്യാഭ്യാസം പോരാ, വിവേകവും വിവരമുള്ള നിങ്ങളാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മറ്റേ പുള്ളി എന്ന അഡ്ജസ്റ്റ്മെന്റിന് പറ്റില്ല. കാരണം വെച്ചാൽ അതങ്ങനെയല്ലേ, ഒരു മോൾഡ് അതിനനുസരിച്ചുള്ള മോൾഡിന് അതിന്റെ പാറ്റേൺ അനുസരിച്ചല്ലേ മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തിക്ക് അത് കഴിയാത്തതിന് കാരണം അത് അങ്ങനെ അതെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. അവിടെ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഈ 50-50 എന്നുള്ളത് 60-40 ആയാലും ഈക്വൽ ടു 100 അപ്പൊ ആ ഒരു മാനദണ്ഡവും പാലിക്കാമെന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. പിന്നെ ഒരു യാഥാർത്ഥ്യ കഥ ഞാൻ ഒരിക്കൽ സാറിന്റെ ക്ലാസ്സിലാണോ ഞാൻ പറഞ്ഞതെന്നറിയില്ല. എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ഞാൻ 86 ബോംബെയിൽ ചെന്നപ്പോൾ അയാളെ കണ്ടു. അയാൾ വളരെ ചെറുപ്പത്തിലെ നാട് നിന്ന് അങ്ങോട്ട് പോയി റെയിൽവേയിൽ ജോലി ചെയ്ത അയാൾ കുർള സ്റ്റേഷൻ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. അയാൾ കല്യാണം കഴിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ വളരെ ആദർശമായിട്ട് അന്ന് അവിടെ ചെന്ന് വലിയ സൗകര്യങ്ങളൊക്കെ എനിക്ക് തന്നു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ അങ്കിളാണ് അങ്ങനെ ഇത്രയും സൗകര്യങ്ങളോടൊക്കെ ജീവിക്കുന്ന മനുഷ്യൻ? അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ 18ാമത്തെ വയസ്സിൽ ബോംബെയിൽ വന്നു. ഞാൻ താമസിച്ചിരുന്ന റെയിൽവേ ക്വാർട്ടറിലെ അതിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. എന്നും കലഹമാണ്. ഇയാള് റൂമിലേക്ക് വരുന്നത് ഇവരുടെ കലഹം കേട്ടുകൊണ്ട് രാവേറെ നീണ്ടു നിൽക്കും. പുള്ളി പറയുന്നത്, ഇതാണ് കുടുംബജീവിതമെങ്കിൽ ഇത് ഒരിക്കലും വേണ്ട എന്ന് തോന്നാത്ത ഒരു ദിവസവും ഇല്ല, ഒരു സമയവും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങ് വെറുത്തു പോയി പോലും.
വീട്ടിൽ നിന്ന് കിട്ടിയത്, വീട്ടിലൊക്കെ നല്ല കുടുംബാന്തരീക്ഷം, വലിയ പാരമ്പര്യമൊക്കെ ഉള്ള കുടുംബം. മറ്റ് ബ്രദേഴ്സിന് ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതാനുഭവം മുഴുവൻ പുള്ളി വിലയിരുത്തിയത് ഇത് ഒരിക്കലും വേണ്ടാന്ന്. അത്ര ദയനീയമായി പുള്ളി അതിനോട് അങ്ങ് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ ആ എത്രയോ വർഷങ്ങൾ മുമ്പുള്ള ആ വികാര പ്രകടനം മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നത് ഒരിക്കലും വേണ്ട എന്ന് തോന്നിപ്പോയി എന്ന്. അപ്പോൾ മാതൃകാ ദമ്പതികളായി മാതാപിതാക്കൾ മക്കളുടെ മുമ്പിലെങ്കിലും ഉണ്ടാകുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നിടത്ത് വലിയ ശരിയുമാണ്. അത് വളരെ ശരിയാണ്. ഒത്തിരി പേര് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി മാത്രം ദാമ്പത്യം തുടരുന്നവരുണ്ട്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാവില്ലേ. ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടും, ഭർത്താവിന് ഭാര്യയെ കിട്ടും. പക്ഷേ അച്ഛനെ അമ്മയെ ഒരിക്കൽ മാത്രമേ ഉള്ളൂ കിട്ടൂ. ഇഷ്ടപ്പെട്ടവരെ വേറെ കണ്ടെത്താൻ പറ്റില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പോകുന്ന ഒത്തിരി ദാമ്പത്യ ബന്ധങ്ങളുണ്ട്. പിന്നെ ഡൈവോഴ്സ് റേറ്റ് ആണെങ്കിൽ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഡൈവോഴ്സ് എന്ന് പറയുന്നത് കൊച്ചിയാണ്. നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, ധാരാളം വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിർത്താട്ടോ. അതായത് മാരേജ് ഈസ് ദ റിസൾട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡൈവോഴ്സ് ഈസ് ദ റിസൾട്ട് ഓഫ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നു. അതും വളരെ ശരിയല്ലേ? ഓക്കെ, എന്തായാലും സാറേ, ഇങ്ങനെയുള്ള ചർച്ചകൾക്കും ഒരു ബോധവൽക്കരണം, ഒരു ശരിക്കും അവയർനെസ് ആണ്. സാറിന്റെ ക്ലാസ്സുകൾ പലപ്പോഴും അതെ, ഇന്നും വളരെ നിർണായകമായിരുന്നു. ഒത്തിരി ഐ ഓപ്പണിങ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാർ, ഇതിപ്പോ എന്താ പറയാ, വഴക്കുകൾക്ക് ശേഷം വഴക്കുകൾ തുടർച്ചയായിട്ട് ഉണ്ടാവരുന്നത് സത്യം തന്നെ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവരുത്. പക്ഷെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത് സാധാരണമാണ്, അസാധാരണമല്ല. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വഴക്കുകൾക്ക് ശേഷം കൂടുതൽ അടുപ്പത്തോടുകൂടി ഒന്നിക്കുകയാണ് ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അവരാണ് മോഡൽ മാതൃകാ ദമ്പതികൾ. കൂടുതൽ അവരെ അടുപ്പത്തോടു കൂടി ഒന്നിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിന് ശേഷം എങ്കിൽ അതാണ് മാതൃക. വഴക്കുകളെ ഉണ്ടാകരുത് എന്ന് പറയുമ്പോ അഭിനയബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സത്യം. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, മക്കളുടെ മുമ്പിൽ വെച്ച് കലഹിക്കരുത് എന്നും കൂടെ പറയുമല്ലോ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ദാമ്പത്യ ബന്ധം, എല്ലാ ബന്ധങ്ങളും. അപ്പൊ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള പൊതുസമൂഹം ചിലർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശരി, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ഒക്കെ ജീവിതങ്ങൾ. അതിന്റെ ദാമ്പത്യ ബന്ധം. അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതല്ലാതെ ഇപ്പൊ അതാണ് അതിന്റെ അടിസ്ഥാനമാണ് മക്കളുടെ മുന്നിൽ വെച്ചിട്ട് വഴക്കേണ്ടത്. പക്ഷേ വഴക്ക് ഇടുന്ന വ്യക്തി ഇന്ന കാരണം കൊണ്ടാണെന്ന് മക്കള് കാണുന്നു, മനസ്സിലാക്കുന്നു. ആ കാരണം യാഥാർത്ഥ്യത്തിലൂടെ നീങ്ങുന്ന ദമ്പതികളാണ് മാതൃകാ ദമ്പതികളുള്ളൂ. അല്ലാതെ വേറെ യാഥാർത്ഥ്യം എന്താണ്, അപ്പൊ ഇന്ന കാരണം ഉണ്ടായി, ഇതുണ്ടായി, പരസ്പരം സംസാരം ഉണ്ടായി, അതിങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോയി, ആ കോൺഫ്ലിക്റ്റ് ഞങ്ങൾ ഇങ്ങനെ പരിഹരിച്ചു എന്ന് കുട്ടികൾ കാണണം. കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ പഠിക്കണം. കാണാതെ അവരെങ്ങനെ പഠിക്കും എന്നാണ് ചോദ്യം. പിന്നെ മക്കളുടെ മുന്നിൽ വഴക്ക് കൂടരുത് എന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമാണ്. ശാസ്ത്രീയമായ കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ നേരത്തെ മാം പറഞ്ഞ പോലെ സംസാരിച്ചല്ലോ, അതുപോലെ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ പരിപ്രേക്ഷ്യം മാത്രമാണ് നമ്മുടെ ദാമ്പത്യങ്ങളുള്ളത്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ജോർജേട്ടൻ പറഞ്ഞ അതുപോലെ തന്നെയാണ് കാര്യങ്ങളുള്ളത്. അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ അതിപ്പോ ശാസ്ത്രം ഇതാണ് എന്നും പറഞ്ഞിട്ട് ശാസ്ത്രം അതേപോലെ പാലിക്കുന്നവരല്ലല്ലോ നമ്മുടെ സമൂഹത്തിന്റെ കാര്യം. അപ്പൊ അത് ആ യാഥാർത്ഥ്യം, അതാണ് യാഥാർത്ഥ്യം. ഇതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സമൂഹത്തിന്റെ പരിപ്രേക്ഷ്യമാണ് ദാമ്പത്യ ബന്ധം. അല്ലെങ്കിൽ ഏതു ബന്ധവും ആ സമൂഹത്തിനെ മനസ്സിലാക്കിയിട്ട് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ജോർജേട്ടൻ പറഞ്ഞ പോലെ മക്കളുടെ മുന്നിൽ വഴക്ക് കൂടരുത് എന്ന് തന്നെയാണ് ശരി. പക്ഷേ അതിന്റെ ഞാൻ പറഞ്ഞല്ലോ ശാസ്ത്രീയത ഇതാണ്. ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ള കാര്യം. സാറേ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിതം നോക്കിയാൽ സാറ് ഈ പറയുന്ന രീതിയിലുള്ള മാതൃകാ ജീവിതം കാണാം. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ സാമൂഹികമായി പല
ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല. എന്നാലും കാര്യം മനസ്സിലായി. രാഷ്ട്രീയക്കാർക്ക് ഈ രീതിയിലുള്ള രീതികൾ അവരുണ്ട്. ശരിയാണ് പറഞ്ഞത്. നെഗോഷിയേഷൻ, കോംപ്രമൈസ്, ഇതൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവര് ഇത്രയധികം ആൾക്കാർ ബന്ധങ്ങളിൽ ആ ബന്ധങ്ങളുടെ ആ എല്ലാ വശങ്ങളും അവർ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് വിജയിക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് വരുന്നത്. അപ്പൊ അവരെ കണ്ടുപിടിക്കുന്നത് നല്ലത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അവരുടേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയത്തിന് പൊതുവായിട്ട് പറയുന്ന കാര്യമുണ്ട്. അതായത് ഉപരിപ്ലവമായിട്ട് കൊണ്ടുപോകണം, അത് പാടില്ല. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഉപരിപ്ലവമായിട്ട് കൊണ്ടുപോകാൻ പാടില്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചർച്ചയോടെ യഥാർത്ഥത്തിലുള്ള ചർച്ചയോടെ പരിഹരിച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ. അങ്ങനത്തെ നെഗോഷിയേഷന് പാടുള്ളൂ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ രാഷ്ട്രീയക്കാരും കുടുംബത്തെ ജീവിതം തമ്മിൽ. രാഷ്ട്രീയക്കാരുടെ കുടുംബജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ കുടുംബജീവിതം അതെങ്ങനെയാ സാർ പറയുന്നത്? കമ്പാരിസൺ എങ്ങനെ ശരിയാവുക? പൊതുവായി സാമാന്യവൽക്കരിക്കുക അങ്ങനെയല്ല പറഞ്ഞേ. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ ചില ആരോപണങ്ങളിലൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ, ഇപ്പൊ നമ്മൾ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു കുടുംബ ജീവിതം പോലും തകർന്നു പോകുന്ന രീതിയിൽ ആരോപണങ്ങളായിരിക്കും. പക്ഷെ അത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മെയ്വഴക്കത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരുടെയും ഉദ്ദേശമല്ല പറഞ്ഞ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ അവരുടെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ അവര് ആഴത്തിലേക്ക് പോകില്ല കാര്യങ്ങളുടെ. അവിടെയാണ് പ്രശ്നം. അതുണ്ടാവരുത് എന്ന് മാത്രമേ പറഞ്ഞു. അത് ശരിയാണ്, സാർ പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാര് മാത്രമല്ല, ഈ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് പലപ്പോഴും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പോലെയാണ്, ചങ്ങാതിയെ പോലെയാണ്. ഒരു ഐഡിയയിലുള്ള കാര്യമാണ്. നമ്മളിപ്പോ അങ്ങനെ അല്ലല്ലോ നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. നമ്മള് അതാണ് മാതൃകാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ശരി. ചങ്ങാതിയെ പോലെ ആയിട്ട് ഭാര്യയെ ചങ്ങാതിയായിട്ട്, ഭർത്താവിന് ചങ്ങാതിയായിട്ട് കാണുക, ഇതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ അതല്ലല്ലോ നടക്കുന്നത്. നമുക്കറിയാലോ, പെട്രിയാർക്കിക്കായിട്ടുള്ള സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോ അങ്ങനെയല്ല, ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ് പണ്ട് ചിന്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ഭർത്താവിന്റെ കീഴിൽ നിൽക്കണം, ഇങ്ങനെയൊക്കെ അല്ലെ? ചില കുടുംബത്തിൽ ഭർത്താവ് തീരുമാനം എടുക്കാൻ പാടുള്ളൂ, ഭാര്യ തീരുമാനം എടുക്കുന്ന കുടുംബം ഭർത്താവിന് മാനക്കേട്, അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ചിന്തിക്കുന്ന സമൂഹങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ സാർ, അപ്പൊ താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു വിഷയം, ഒത്തിരിയും ചിന്തനീയമായ വിഷയം, കൂടുതൽ ചിന്തിക്കാൻ സാധ്യതകൾ നൽകുന്ന വിഷയം. അപ്പൊ ആ വിഷയം സാർ എടുത്തതിന് വളരെ നന്ദി. സോ നമുക്ക് എന്താ പറയാം, ഗുഡ് നൈറ്റ്. നന്ദി.